സ്ക്രീനൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഇപ്പോൾ സൗണ്ട് ഓക്കെ ആണോ? ഞാൻ കുറച്ചുകൂടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ ആണോ സൗണ്ട്? സൗണ്ട് കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അല്ലാത്തവരും ഇനി റെക്കോർഡും കൂടെ കാണാം കേട്ടോ. റെക്കോർഡിങ്ങിലൊക്കെ സൗണ്ട് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ഓൾറെഡി ലൈവ് ക്ലാസ് ഇതിലുണ്ട്. അത് വെച്ചിട്ട് നോക്കുക. അതിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മലാസിയാണ്. ഈ ഒരു ടോപ്പിക് നിങ്ങൾ പ്രത്യേക നോട്ടേക്ക് എന്തായാലും എക്സാമിന് ചോദിക്കുന്നത് തന്നെയാണ്, ഉറപ്പായിട്ട് ചോദിക്കുന്നതാണ് സോഷ്യൽ മലാസി ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. അതിൽ ഈ 7 പോയിന്റ്സും എന്ത് ചെയ്യുക, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അത്യാവശ്യം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കണ്ടന്റ് അതിൽ കിട്ടും. ഒരു എസ്സേക്കുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ. അത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ നോക്കേണ്ടത്, അപ്പോൾ എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞു, വാല്യൂ എഡ്യൂക്കേഷനെ കുറിച്ചും കൂടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സമയത്ത് വാല്യൂ അധിഷ്ഠിതമായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണം. അങ്ങനെ വാല്യൂ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട ഒരു നീഡ് എന്താണ്? ഇത് എസ്സേൻ്റെ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. നീഡ് ഫോർ വാല്യൂ എഡ്യൂക്കേഷൻ. എന്തിനാണ് നമ്മൾ വാല്യൂ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്? അതിന് ഇത്രയും പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നമ്മുടെ ക്യാരക്ടർ ബിൽഡിങ്, ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്. ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെറും കുറേ മാത്സും സയൻസും പഠിച്ചാൽ മാത്രം പോരാ. നമുക്ക് കുറച്ച് വിശുദ്ധമായ അറിവുകൾ കൂടി നമുക്ക് ഉണ്ടാവണം. മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ദെൻ സോഷ്യൽ ഹാർമണി, ഒരു സമൂഹത്തിൽ ഒത്തൊരുമിച്ച് ജീവിക്കാനുള്ള. അപ്പോൾ ഈ ടോപ്പിക്കുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക. ഇതിൻ്റെ ക്ലാസ്സും അവിടെ നമ്മൾ ആപ്പിലുണ്ട്, നിങ്ങളത് കാണുക. ദെൻ റോൾ ഓഫ് ടീച്ചേഴ്സ്, ഡെവലപ്പ് ദെയർ നോളജ് ഓഫ് ദി കൾച്ചർ. നിങ്ങളുടെ കയ്യിൽ ഒരു സ്റ്റുഡൻറ്റിനെ കിട്ടിയാൽ, ഒരു കുട്ടിയെ കിട്ടിയാൽ, സ്റ്റുഡൻറ്റിനെ ആവണമെന്നില്ല, നിങ്ങളുടെ മക്കളാവാം. അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസം മാത്രമല്ല കൊടുക്കേണ്ടത്, അവർക്ക് കൾച്ചറിനെ കുറിച്ചുള്ള നോളജ് അവർക്ക് കൊടുക്കണം. എന്തൊക്കെയാണ് കൾച്ചർ എന്നൊക്കെ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഹാവ് എ ഹൈ എക്സ്പെക്ടേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ. നിങ്ങളൊരു ടീച്ചർ ആണെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള എല്ലാ കുട്ടികൾക്കും എല്ലാ കുട്ടികളെ കുറിച്ച് നിങ്ങൾക്ക് ഹൈ എക്സ്പെക്ടേഷൻ ഉണ്ടാവും. ഇപ്പം ഞാനതിൻ്റെ നേരത്തെ ഈ വീഡിയോ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും ടീച്ചർമാർക്ക് അവരുടെ റോള് മറക്കാറുണ്ട്. ഒരു ടീച്ചർ വളരെ നന്നായിട്ട് എന്നോട് ചോദിച്ചതാണോ? ക്ലിയർ ആയിട്ടില്ല കേട്ടോ വോയിസ്. എന്താണ് ചോദിച്ചത്? പറയാൻ വിട്ടുപോയതാണോ? ഞാനിത് രണ്ടാമത്തെ ഒന്നും കൂടെ എടുക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഈ ഫസ്റ്റ് ബ്ലോക്കിൻ്റെ റെക്കോർഡ് ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് അവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചില ടോപ്പിക്കുകൾ പറയാണ്ട് പോകും കേട്ടോ. അപ്പോൾ റോൾ ഓഫ് ടീച്ചേഴ്സിൽ ശ്രദ്ധിക്കേണ്ടത് ഏതായിരുന്നു? നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിച്ചാൽ എനിക്ക് ക്ലിയർ ആവണില്ല, അതുകൊണ്ടാണേ. ഞാൻ പറയാം, ലാസ്റ്റ് പറയാം. നിങ്ങൾ ചോദിച്ചാൽ മതി, ലാസ്റ്റ് ഞാനൊന്നുകൂടെ പറഞ്ഞുതരാം. വിട്ടുപോയ ടോപ്പിക് ഉണ്ടെങ്കിൽ നോട്ട് ഒന്ന് ജസ്റ്റ് എഴുതി വെച്ചോളൂ. അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ് ഒരു ബുക്ക് ഒന്നിച്ച് തീർക്കുന്നത് കൊണ്ട് അത്രയും സ്പീഡിലായിരിക്കും, നിങ്ങൾ ക്ഷമിക്കുക നിങ്ങൾക്ക്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഡെവലപ്പ് ദി നോളജ് ഓഫ് ദി കൾച്ചർ. ടീച്ചർ എന്ത് ശ്രദ്ധിക്കണം? ഈ 4 പോയിന്റ്സ് ശ്രദ്ധിക്കണം. ഹാവ് ഹൈ എക്സ്പെക്ടേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ. ചില ടീച്ചർമാർ ഒരു ക്ലാസ്സിലുള്ള കുട്ടികളിൽ ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്നവർ മാത്രം ശ്രദ്ധിക്കും, ബാക്കിയുള്ളവർ മണ്ടന്മാരാണെന്നൊക്കെ അവരെന്നെ വായോണ്ട് പറയും. പല ടീച്ചേഴ്സും പല സ്റ്റുഡൻസിനെ നോക്കി പറഞ്ഞിട്ടുണ്ട്, നീ ഒരു മണ്ടനാണ്. അങ്ങനെ പറഞ്ഞാൽ ഒരു പക്ഷേ ആ കുട്ടി ലാസ്റ്റ് മണ്ടനായി പോകും. വളരെ അപൂർവം കുട്ടികളാണ് അതിനെ തരണം ചെയ്തിട്ട് വരിക. അപ്പോൾ നമ്മൾ ഒരു ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളെയും ഒരേപോലെ, എല്ലാവരും ബുദ്ധിയുള്ളവരാണ്. പലർക്കും ആ ബുദ്ധിയുടെ അളവ് അല്ലെങ്കിൽ ബുദ്ധിയുടെ ഷേപ്പ്, അതിൻ്റെ രൂപമൊക്കെ വേറെ വേറെ ആണ് എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും നന്നാവും. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ടീച്ചർ ആവുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികളെല്ലാവരും ഭയങ്കര ബുദ്ധിയുള്ളവരാണെന്നുകൊണ്ട് വിശ്വസിച്ചാൽ മതി, അവർ നന്നാവും. പ്രൊവൈഡ് വെൽക്കമിങ് എൻവയോൺമെന്റ് ടു ദി ഫ്രം ഓൾ ചിൽഡ്രൻ. എല്ലാ കുട്ടികളെയും ഒരേപോലെ സ്വീകരിക്കുന്ന ഒരു എൻവയോൺമെന്റ് അവർക്ക് ഉണ്ടാവണം. അത് നമ്മൾ ഉറപ്പാക്കണം. then work with the family members and the community, promote the student learning the bridges of cooperation.
നിങ്ങളുടെ ഒരു ടീച്ചറാണെങ്കിൽ ടീച്ചറുടെ റോള് കുട്ടികളെ പഠിപ്പിക്കുക, അക്ഷരം പഠിപ്പിക്കുക, മാത്സ് പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, കുട്ടികളുടെ പാരൻസുമായിട്ട് ബന്ധം സ്ഥാപിക്കുക. അത് ഏറ്റവും നല്ലതാണ് ഒരു ടീച്ചർ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ നന്നായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇത്രയാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. രണ്ടാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ കൺസെപ്റ്റ് ഓഫ് മൊറാലിറ്റി ആൻഡ് മോറൽ എഡ്യൂക്കേഷൻ. ഇതിൻ്റെയും ക്ലാസ് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കിട്ടും. മൊറാലിറ്റി എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കുക. അത് നല്ലതും ചീത്തയുമായ കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺസെപ്റ്റാണ് മൊറാലിറ്റി എന്ന് പറയുന്നത്. മൊറാലിറ്റിയുടെ കോമ്പണൻസ്. അപ്പോൾ നിങ്ങൾ മൊറാലിറ്റി എന്താണെന്ന് ആദ്യം ഒന്ന് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി വെക്കണം. കോമ്പണൻസ്, മൊറാലിറ്റിയുടെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? അത് കുറച്ച് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആണ്. നല്ലതും ചീത്തയുമായിട്ടുള്ളത് തന്നെയാണ്. അങ്ങനെയുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് അതിൽ വരും. ദെൻ മോറൽ ജഡ്ജ്മെന്റ്സ് ഉണ്ട്. ശരിയും തെറ്റും എന്താണോ എന്നതിനെ കുറിച്ച് ഒരു മോറൽ ജഡ്ജ്മെന്റ്. എന്താ ഈ ജഡ്ജ്മെന്റ്? നമ്മൾ വിധിക്കുക. നമ്മളൊക്കെ പലപ്പോഴും എന്താ പറയാ, ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിർദ്ദേശിക്കുമ്പോഴൊക്കെ നമുക്ക് പറ്റുന്ന ഒരു ഫോൾട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മോറൽ ജഡ്ജ്മെന്റ് നടത്തുന്നില്ല എന്നുള്ളതാണ്. പെട്ടെന്ന് ഒരാളെ നമ്മൾ കുറ്റക്കാരനാക്കും. ഒരു കള്ളനെ നമ്മൾ പെട്ടെന്ന് കള്ളനാക്കാൻ പാടില്ല. നമ്മളൊരു മോറൽ ജഡ്ജ്മെന്റ് നടത്തണം. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടോ എന്താണെന്ന്? ഒരാളെ കള്ളനാണെന്ന് പറയാൻ വളരെ എളുപ്പമാണ്. എന്നാൽ നിങ്ങളൊരു മോറൽ ജഡ്ജ്മെന്റ് നടത്തുന്ന ആളാണ് എങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഒരാളെ കള്ളനാക്കൂല. ഞാൻ നല്ലൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ രാജ്യത്തല്ല, നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിൽ 100% സാക്ഷരതയുള്ള വിദ്യാസമ്പന്നമായ കേരളത്തിൽ ഒരു കള്ളനെ കുറെ ആളുകൾ തല്ലിക്കൊന്നു. അയാൾ കള്ളൻ തന്നെയാണ്. അയാളെ 10-40 ആൾ കൂടി ചേർന്ന് തല്ലിക്കൊന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആരാണെന്ന്? നമ്മൾ മലയാളികൾ, നമ്മൾ ഉൾപ്പെടുന്ന വിദ്യാസമ്പന്നരായ ആൾക്കാർ ഒരു കള്ളനെ തല്ലിക്കൊന്നിട്ടുണ്ട് കേരളത്തിൽ. എനിക്ക് തോന്നുന്നു വയനാടാണോ അട്ടപ്പാടിയിലാണോ സ്ഥലം, ഞാൻ മറന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് ഓർത്ത് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ആരാണ്? അയാളുടെ പേര് ഞാൻ മറന്നു. ആ കള്ളൻ ഒരു ആദിവാസിയായിരുന്നു. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് കുറച്ച് അരി കട്ടതാണ് അദ്ദേഹം ചെയ്ത തെറ്റ്. നമ്മൾ മോറൽ ഇല്ലാതെ ജഡ്ജ്മെന്റ് നടത്തുമ്പോൾ അയാൾ ഒരു കള്ളനാണ്. നേരെ മറിച്ച് മോറൽ ജഡ്ജ്മെന്റ് നടത്തുമ്പോഴോ അയാൾ ഒരു കള്ളനല്ല, അദ്ദേഹം വിശപ്പ് സഹിക്കാൻ പറ്റാത്തൊരു മനുഷ്യനാണ്. ഇതാണ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, എഡ്യൂക്കേഷൻ മാത്രം കൊടുത്താൽ പോരാന്ന് പറയാനുള്ള കാരണം അതാ. നമ്മൾ എന്ത് ചെയ്യണം? മോറൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എത്തിക്സ് അല്ലെങ്കിൽ വാല്യൂ എഡ്യൂക്കേഷൻ കൊടുക്കണം. ഒരാളെ കാണുമ്പോഴേക്ക്, നിങ്ങളുടെ മക്കൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോഴേക്ക് അവരെ നിങ്ങൾ വിധിക്കണ്ട അവർ മോശമാണെന്ന്. അവരെ തെറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളും കൂടെ പഠിച്ചാൽ അത് തെറ്റാവൂല. അപ്പൊ എന്തെങ്കിലും കാണുമ്പോഴേക്ക് ചീത്ത പറയണ്ട. മോറൽ ബിഹേവിയർ, അതും ഈ ഒരു മൊറാലിറ്റിയുടെ കോമ്പണൻസ് ആണ്. ചില സമയത്ത് നമ്മൾ ചില പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുക. മോറൽ ഇമോഷൻസ്, നമുക്ക് ഫീലിംഗ്സ് സച്ച് ആസ് ഗിൽട്ട്, ഷെയിം, എംപതി, ഇതൊക്കെ ഉണ്ടാവും. നാണം തോന്നുക, എംപതി തോന്നുക. സിമ്പതിയെ പോലെ തന്നെ മറ്റൊന്നാണ് എംപതി. മറ്റുള്ളവരെ അംഗീകരിക്കുക, മനസ്സിലാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതെല്ലാം കൂടി ഉൾപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് മൊറാലിറ്റിയിൽ വരുന്നത്. അപ്പോൾ മൊറാലിറ്റി ഇതൊക്കെയാണ്. അപ്പോൾ മോറൽ എഡ്യൂക്കേഷനോ? ഇതിലധിഷ്ഠിതമായ വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കേണ്ടത്. സ്കൂളിൽ ഇന്ന് കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിൽ ഇതൊക്കെയുണ്ട്. നമ്മൾ പല കഥകളും പഠിക്കുന്നതിൽ മോറൽ സ്റ്റോറികളാണ്. അപ്പോൾ മോറൽ എഡ്യൂക്കേഷൻ എന്താണെന്ന് കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. മോറൽ എഡ്യൂക്കേഷൻ അത് ഇമ്പോർട്ടൻ്റ് ടോപ്പിക് തന്നെയാണ്. എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ അവർക്ക് എന്ത് പഠിപ്പിച്ചു കൊടുക്കണം? മോറലായിട്ടുള്ള കാര്യങ്ങൾ കൂടെ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോഴാണ് കുട്ടികൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ അവർ വളരെ നല്ല കുട്ടികളായിട്ട് വളരും. പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആൾക്കാരൊക്കെയാണ് കുട്ടികൾ നമ്മളെക്കാൾ. നമ്മൾ നമ്മുടെ ലൈഫിൻ്റെ ബിസിയും തിരക്കും ഒക്കെ കാരണം നമ്മളിങ്ങനെ വേറെ ലോകത്തായിരിക്കും. പക്ഷെ നമ്മുടെ കുട്ടികളുണ്ടല്ലോ, അവർ പല കാര്യങ്ങളും സസൂക്ഷ്മം വീക്ഷിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്.
അവരെയാണ് നമ്മൾ, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ചെറിയ കുട്ടികൾ എന്ന് പറയുന്ന ഒരു വിത്താണ്. ആ വിത്തിനെ ചെറുപ്പത്തിൽ എങ്ങനെ വളർത്തുന്നു അതനുസരിച്ച് അവർ ആരോഗ്യമുള്ള മരമായിട്ട്, അല്ലെങ്കിൽ നല്ല മരമായിട്ട്, അല്ലെങ്കിൽ ഫലം തരുന്ന മരമായിട്ട് അവർ മാറും. അപ്പോൾ മോറൽ എഡ്യൂക്കേഷൻ എന്താണെന്ന് പറഞ്ഞാൽ മോറൽ പ്രിൻസിപ്പിൾ അടക്കമുള്ള കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മോറൽ എഡ്യൂക്കേഷൻ എന്ന് പറയാം. ഇനി മോറൽ എഡ്യൂക്കേഷനും റിലീജിയസ് എഡ്യൂക്കേഷനും, നമ്മൾ തുടക്കത്തിൽ കുറച്ച് റിലീജിയസിന്റെ കാര്യം പറഞ്ഞു, ഉപനിഷത്തും കാര്യങ്ങളൊക്കെ. ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിനെക്കുറിച്ച് ചെറുതായിട്ട് എന്നാണ് പറയുന്നത്. ഇറ്റ് പോസിബിൾ വിത്തൗട്ട്, ഇപ്പം മതം ആണോ വേണ്ടത്, മോറലാണോ വേണ്ടത്? ഞാൻ പറയുന്നത് രണ്ടും വേണം, രണ്ടും ഉള്ളത് നല്ലതാണ്. അതിന് 3 ചിന്താഗതിയുണ്ട്. ഇറ്റ്സ് പോസിബിൾ വിത്തൗട്ട് റിലീജിയൻ. മതം ഇല്ലെങ്കിലും കുഴപ്പമില്ല, മോറൽ ഉണ്ടായാൽ മതി. ദൈവവിശ്വാസി അല്ലെങ്കിലും നല്ല മനുഷ്യനായിട്ട് ജീവിച്ചാൽ മതി. ദൈവവിശ്വാസം വേണമെന്ന് നിർബന്ധമില്ല, വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. പക്ഷെ എന്ത് ചെയ്യണം? നല്ല മനുഷ്യനായിട്ട് ജീവിക്കണം. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ അത് ഏതാവട്ടെ. ദെൻ മോസ്റ്റ് ഓഫ് ദ മൊറാലിറ്റി പ്രിൻസിപ്പിൾസ് കം ഫ്രം റിലീജിയൻ. പക്ഷെ ഇതിൽ വേറെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, മൊറാലിറ്റി എന്ന് പറയുന്ന ഈ സംഗതി എവിടുന്ന് വന്നു? അത് മതത്തിൽ നിന്ന് തന്നെയാണ്. മതമാണ് തന്നിട്ടുള്ളത്. ബൈബിൾ തന്നിട്ടുണ്ട്, ഉപനിഷത്ത് തന്നിട്ടുണ്ട്, ഭഗവത്ഗീത തന്നിട്ടുണ്ട്, ഖുർആൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ തന്നെയാണ് നമുക്ക് പ്രിൻസിപ്പിളൊക്കെ കിട്ടിയിട്ടുള്ളത്. അത് വേറൊരു കൺസെപ്റ്റാണ്. Linking morality with religion is unacceptable because that denies the accept individuals by accepting own choice. മതത്തെയും മൊറാലിറ്റിയും തമ്മിൽ ബന്ധപ്പെടുത്താൻ പറ്റില്ല എന്ന് മൂന്നാമതൊരു കൺസെപ്റ്റും പറയുന്നു. അതായത് ആളുകളുടെ ഫ്രീഡം നഷ്ടപ്പെടും മതം ഉണ്ടായാൽ എന്ന് മറ്റൊരു കൺസെപ്റ്റ്. അപ്പോൾ ഒന്നാമത്തെ കൺസെപ്റ്റ് മതം ഇല്ലാതെയും ജീവിക്കാൻ പറ്റും, മനുഷ്യൻ നന്നായാൽ മതി. രണ്ടാമത്തെ കൺസെപ്റ്റ് ഇതൊക്കെ മതത്തിൽ നിന്ന് കിട്ടിയത് തന്നെയാണ്, നല്ല രീതിയിൽ പെരുമാറണം എന്നുള്ളത്. പിന്നെ മതം എടുക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ കുറച്ച് എന്താ പറയുക, റെസ്ട്രിക്ഷൻസ് വരാം എന്ന് പറയുന്നു. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ഈ പോയിന്റ്സും കൂടെ നോട്ട് ചെയ്യണം. കീ ആസ്പെക്ട്സ് ഓഫ് മോറൽ എഡ്യൂക്കേഷൻ. മോറൽ എഡ്യൂക്കേഷൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളും, ക്യാരക്ടർ എഡ്യൂക്കേഷൻ, അത് നമ്മുടെ സ്വഭാവം നന്നാക്കാനുള്ളത്. സിവിക് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. മോറൽ റീസണിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ പെട്ടെന്ന് നേരിടാതെ, പെട്ടെന്ന് തീരുമാനം എടുക്കാതെ കാര്യം പഠിച്ച് തീരുമാനിക്കുന്നതാണ് റീസണിങ് എന്ന് പറയുക. ദെൻ ഇമോഷണൽ ഡെവലപ്മെന്റ്, മറ്റുള്ള വ്യക്തികളുമായിട്ട് നമ്മൾ എങ്ങനെ ബന്ധപ്പെടണം, അവരുമായിട്ട് നമ്മൾ എങ്ങനെ സംസാരിക്കണം, അവരുമായിട്ട് ഉള്ള ബിഹേവിയർ എന്താണ്, ഇതൊക്കെ നമുക്ക് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. വലിയ ആളുകളോട് സംസാരിക്കുന്നത്, ചെറിയ കുട്ടികളോട്, രോഗികളെടുത്ത് പോകുമ്പോൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതുണ്ട്. ദെൻ മോഡലിംഗ് ആൻഡ് റീഇൻഫോഴ്സ്മെന്റ്. മോഡലിങ്ങിൽ വരുന്നത് എന്താണ്? മോഡലാവുക, റോൾ മോഡലാവുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിച്ചു കൊടുക്കുക. ഇമ്പോർട്ടൻസ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഉള്ളത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയണില്ല. ദെൻ മൂന്നാമത്തെ ചാപ്റ്ററിൽ ഡയമെൻഷൻസ് ഓഫ് മൊറാലിറ്റി, മൊറാലിറ്റിയുടെ വ്യത്യസ്ത വശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. അവിടെ ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, ആരാണ് മോറലി എഡ്യൂക്കേറ്റഡ് പേഴ്സൺ? അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു മീനിങ്, വലിയ മീനിങ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. തെറ്റും ശരിയും എല്ലാം മനസ്സിലാവുന്ന, അതനുസരിച്ച് പെരുമാറുന്ന വ്യക്തിയാണ് മോറലി എഡ്യൂക്കേറ്റഡ് പേഴ്സൺ. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് മോറലി എഡ്യൂക്കേറ്റഡ് പേഴ്സന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഒന്ന് വെയിറ്റ് ചെയ്യേ. ക്യാരക്ടറിസ്റ്റിക്സ് നോക്കൂ. ഇതും ഒന്ന് നന്നായിട്ട് നോക്കി വെക്കുന്നത് നല്ലതാണ്, എക്സാം ചോദിക്കാം. അണ്ടർസ്റ്റാൻഡ്സ് എത്തിക്സ് ഫ്രെയിംവർക്സ്. എത്തിക്ക്, അതായത് ധാർമ്മികതയെക്കുറിച്ച് നല്ല ബോധ്യം ഉണ്ടായിരിക്കും ആ വ്യക്തിക്ക്. ചില ആളുകൾ പ്രവർത്തിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ഒരു പക്വത കാണാം. ദെൻ ഡെവലപ്സ് മോറൽ റീസണിങ് എന്ന് പറയുന്നത് എന്തെങ്കിലും വിഷയത്തെ കുറിച്ച് പഠിച്ച് പരിഹരിക്കുന്നതിനെയാണ് റീസണിങ്. ചില പ്രശ്നങ്ങൾ, ഒരു പ്രശ്നം നിങ്ങൾക്ക് തരികയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
ഒരാൾ മോഷ്ടിച്ച കാര്യം നിങ്ങളുടെ മുന്നിൽ ശ്രദ്ധയിൽപ്പെടുകയാണ്. നിങ്ങൾ ഉടനെ അടിക്കാം അയാളെ, അല്ലെങ്കിൽ കൊല്ലാം. അത് എത്തിക്സ് അല്ല, മോറൽ അല്ല. അയാളെ വിളിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് അതിൻ്റെ കാര്യം മനസ്സിലാക്കുന്നതാണെങ്കിൽ അത് മോറലാണ്. എക്സിബിറ്റ് എംപതി ആൻഡ് കമ്പാഷൻ. മറ്റുള്ളവരെ അംഗീകരിക്കുക. ഈ എംപതി എന്ന് പറയുന്നത് എംപതി കമ്പാഷനും ഏകദേശം ഒരേ അർത്ഥത്തിൽ തന്നെയാണ്. എംപതി എന്ന് പറഞ്ഞാൽ സിമ്പതിയുടെ മറ്റൊരു രൂപം തന്നെയാണ് എംപതി. എംപതി എന്ന് പറയുന്നത് സിമ്പതി കൊടുക്കലല്ല, അയാളെ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുക, അയാളെ നമ്മൾ അംഗീകരിക്കുക. ഇപ്പം നമ്മൾ കുട്ടികളുടെ പല കാര്യങ്ങളും ഇടപെടുമ്പോൾ നമ്മൾ കുട്ടികളെ അംഗീകരിക്കാതെ സംസാരിക്കാം. ഇങ്ങനെ വെച്ചാൽ അവരെ അംഗീകരിക്കുക, അവരുടെ കൂടെ കൂടുക, അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാവും. ദെൻ ആക്ട് വിത്ത് ഇന്റഗ്രിറ്റി. ഒന്നിച്ച് നിർത്താൻ ശ്രമിക്കുക. ഇത് പല ഫാമിലി നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പും വൈരാഗ്യവും, ജ്യേഷ്ഠനും അനിയനും തമ്മിൽ അതിർത്തി തർക്കങ്ങൾ ഉണ്ടാകുന്നു, കൊല ചെയ്യുന്നു. ഇതൊന്നും മോറലി എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ഉണ്ടാവില്ല. ദെൻ ഡെമോൺസ്ട്രേറ്റ് റെസ്പെക്ട് ഫോർ അതേഴ്സ്. മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക. അങ്ങനെ ഒരു കാര്യം അവരിലുണ്ടാകും, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുക. നമ്മൾ മനുഷ്യന്മാരെ മുഴുവൻ റെസ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ, ചെറുതാവട്ടെ വലുതാവട്ടെ. ദെൻ പോസസ് സെൻസ് ഓഫ് ജസ്റ്റിസ്. ന്യായത്തിൽ നിൽക്കുക. അങ്ങനെ കുറച്ച് പോയിന്റ്സ് ആണ് അതിലുള്ളത്. അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻറ്റ് മാർക്ക് ചെയ്യാം. ഓക്കെ. ദെൻ മൊറാലിറ്റി ബേസ് എത്തിക്സ്, അതൊക്കെ ആ ടോപ്പിക്കുകളൊക്കെ പോട്ടെ കേട്ടോ, അതിനെക്കുറിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഡിഫറെൻറ്റ് ഫേസറ്റ്സ് ഓഫ് മൊറാലിറ്റി. മൊറാലിറ്റിയുടെ ഡിഫറെൻറ്റ് ഫേസറ്റ്സ്, വ്യത്യസ്ത മുഖങ്ങൾ. മൊറാലിറ്റി ഉള്ള വ്യക്തികൾക്ക് കെയറിങ് ഉണ്ടാവും, ജഡ്ജിങ് ഉണ്ടാവും. മൊറാലിറ്റി ആൻഡ് ജസ്റ്റിസ്, അവർ നീതിക്ക് നിൽക്കും. എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരാൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കുകയൊന്നുമില്ല. എവിടെയാണോ ന്യായം അതനുസരിച്ച് സംസാരിക്കും. അതിന് ആക്ടിങ്, അദ്ദേഹം സദാസമയം എന്ത് ചെയ്യും, പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഇതാണ് മൊറാലിറ്റി എഡ്യൂക്കേറ്റഡ് പേഴ്സന്റെ ഡിഫറെന്റ് ഫേസസ് ഓഫ് മൊറാലിറ്റി നമുക്ക് കാണാൻ സാധിക്കുക. ഇതാണ് ഈ ഒരു യൂണിറ്റിൽ പറഞ്ഞിട്ടുള്ളത്. ദെൻ ഫസ്റ്റ് ബ്ലോക്കിലെ ലാസ്റ്റ് മൊറാലിറ്റി എന്നുള്ള ടോപ്പിക്കൊക്കെ വിട്ടിട്ട് പില്ലേഴ്സ് ഓഫ് ഡെമോക്രസി എന്ന ടോപ്പിക്കിലേക്ക് വരുന്നു. എന്താണ് ഡെമോക്രസി? ജനാധിപത്യമാണ്. ജനങ്ങളെ കൊണ്ട് ഭരിക്കലാണ്, ജനങ്ങളാൽ ഭരിക്കലാണ്, അതിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുത്തിട്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ലിവിങ് ഇൻ പീസ് ആൻഡ് ഹാർമണി. ജനാധിപത്യം ഇല്ല എങ്കിൽ ഒരു രാജ്യത്ത് സമാധാനം ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതിനെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നന്നായിട്ട് എഴുതുക. ദെൻ കൺസെപ്റ്റ് ഓഫ് ഡെമോക്രസി, ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്. ചരിത്രപരമായ ഡെമോക്രസി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 500 years before birth of Christ, ക്രിസ്തു ജനിക്കുന്നതിന് 500 വർഷങ്ങൾക്ക് മുമ്പ് the city state of Athens made political arrangements and placed final authority of the hands of the people. യേശു ജനിക്കുന്നതിന് 500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഏതൻ സിറ്റിയിൽ ജനാധിപത്യം നിലനിന്നിരുന്നു. അതായത് ജനങ്ങൾ എന്നെ നിയന്ത്രിക്കുന്ന, ജനങ്ങളിൽ നിന്ന് പ്രതിനിധികൾ തെരഞ്ഞെടുത്ത് ഭരിക്കുന്ന സമ്പ്രദായം അന്ന് അവിടെ നിലനിന്നിരുന്നു. അതായിരുന്നു ആദ്യത്തെ ജനാധിപത്യം. നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കുന്നു. But the connotation of the term occurred with different shades, changing unless it gradually evolved as a. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്തായി, അതിലിങ്ങനെ മാറി വന്ന് കുറേ വ്യത്യാസങ്ങളൊക്കെ വന്നു. എന്നാലും ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഒരു നല്ലൊരു കൺസെപ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫിലിപ്പ് ജി സ്മിത്ത് സ്റ്റേറ്റ്സ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഫീച്ചേഴ്സ്. ഏതൻസിനെ തന്നെയാണ് ഒരുവിധം നല്ല ഒരു ആദ്യത്തെ ജനാധിപത്യമായിട്ട് കാണുന്നത്. അതിന്റെ പ്രത്യേകത നോക്കി നോക്കൂ. റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എവരി സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ ഇൻ ലോഫുൾ ഗവൺമെന്റ്. എല്ലാവർക്കും പാർട്ടിസിപ്പേഷൻ കൊടുത്തു ഗവൺമെന്റ് ഉണ്ടാക്കാൻ. 2, സെപ്പറേഷൻ ബിറ്റ്വീൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് അഫയേഴ്സ്. ഒരു രാജ്യത്ത് ചെയ്യുന്ന കാര്യങ്ങളെ പബ്ലിക് എന്നും പ്രൈവറ്റ് എന്നും തരംതിരിച്ചു. ഇതൊക്കെ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ തന്നെയാണല്ലോ. ഇത് തന്നെയാണ് ഒരു മാതൃക നമുക്ക്. Then recognition the private affairs should be regulated by socio-moral code. പബ്ലിക് എന്നും പ്രൈവറ്റ് എന്നും തരംതിരിക്കുകയും ചെയ്തു, അതിനെ റെഗുലേറ്റ് ചെയ്യുകയും ചെയ്തു. അത് സോഷ്യോ മോറൽ കോഡ് വെച്ചിട്ട് തന്നെയാണ് റെഗുലേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ കാര്യങ്ങൾ ഗവൺമെന്റും എന്ത് ചെയ്തു, ഗൈഡ് ചെയ്തു, കൺട്രോൾ ചെയ്തു എന്ന് പറയാം.
അപ്പോൾ ഏതൻസ് എന്ന് പറയുന്ന ഏതൻസ് സിറ്റിയിലെ പൊളിറ്റിക്സ് ആണ്, ഡെമോക്രസിയാണ് പുരാതനമായ ഡെമോക്രസിയുടെ അടിസ്ഥാനം എന്ന് പറയാം. ഇനി മോഡേൺ ഡെമോക്രസിയിലേക്ക് വന്നാലോ, അതിൻ്റെ ഒരു കുറച്ചും കൂടി ഇപ്പുറത്തേക്കുള്ള കാലത്തേക്ക് വന്നാൽ, നേരത്തെ പറഞ്ഞത് യേശുവിൻ്റെ മുമ്പുള്ള കാലഘട്ടം. മോഡേൺ ഡെമോക്രസി വന്നത് അമേരിക്കയിൽ നിന്ന് തന്നെയാണ്. അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി, അമേരിക്കയിലെ ഒരു ഏറ്റവും നല്ലൊരു പ്രാസംഗികനായിരുന്ന അബ്രഹാം ലിങ്കൺ വളരെ ചെറിയ പ്രായത്തിൽ പ്രസംഗങ്ങൾ നടത്തി രാജ്യത്തെക്കുറിച്ചൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ഒരു കുഞ്ഞു പയ്യനായിരുന്നു അബ്രഹാം ലിങ്കൺ. അദ്ദേഹം പിന്നീട് വലുതായ സമയത്ത് വലിയ പ്രാസംഗികനാവുകയും ലോകം അറിയപ്പെടുന്ന പ്രാസംഗികനാവുകയും അമേരിക്കയുടെ പ്രസിഡന്റ് ആവുകയും അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഗവൺമെന്റിനെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ, ജനാധിപത്യം കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ലിബറൽ ഡെമോക്രസി എന്ന ടോപ്പിക്കിലൂടെ പറയുന്നു. പ്രിൻസിപ്പിൾസ് ഓഫ് ഡെമോക്രസി എന്ന് പറഞ്ഞിട്ട് 3 പോയിന്റ്സ് അവിടെ ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡെമോക്രസി ഇൻ എഡ്യൂക്കേഷൻ, ഇതിൽ പ്രിൻസിപ്പിൾസ് പറയുന്നത് റെസ്പെക്ട് ഇൻഡിവിജ്വാലിറ്റി, ഓരോ വ്യക്തിയും നമ്മൾ ബഹുമാനിക്കണം, അതാണ് ഡെമോക്രസിയുടെ പ്രത്യേകത. വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കണം. മനുഷ്യന്മാരുടെ ഇൻ്റലിജൻസിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവണം. നമ്മുടെ രാജ്യത്തുള്ള ആളുകൾ വളരെ കഴിവുള്ള വ്യക്തികളാണെന്ന് വിശ്വസിക്കണം. അപ്പോൾ ഓരോ വ്യക്തിയും നമ്മുടെ രാജ്യത്ത് ഒരു കുഞ്ഞു പോലും മരണപ്പെടാൻ പാടില്ല. അതിൽ എന്താ പറയുക, നമ്മുടെ രാജ്യം വളരെ കെയറിങ് ആണ്. കാരണം എന്താണെന്ന് അറിയോ? ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ അബോർഷൻ ചെയ്യാന്നൊക്കെ പറയില്ലേ, അബോർഷൻ ചെയ്യുന്നത് വളരെ കുറ്റകരമാണ്. എന്തുകൊണ്ടാണ്? ആ കുഞ്ഞ് ഒരു പക്ഷേ ജനിച്ചു വന്നാൽ നമ്മുടെ കുഞ്ഞാണ്, അതിനെ നമുക്ക് വേണമെങ്കിൽ വേണ്ട എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാൻ, നോ പ്രോബ്ലം. പക്ഷെ ആ ഒരു കുഞ്ഞ് ഈ രാജ്യത്തിന്റെ വലിയൊരു അസറ്റ് ആവാം. അപ്പൊ അതിനെ നശിപ്പിക്കാൻ പാടില്ല. അപ്പൊ ഇവിടെ ജനിക്കാൻ പോകുന്ന ഓരോ കുഞ്ഞും ഈ രാജ്യത്തിന്റെ വലിയ മുതൽക്കൂട്ടാണ്. ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ലോകം തന്നെ അറിയപ്പെട്ട നമ്മുടെ APJ അബ്ദുൽ കലാം, അദ്ദേഹം ഇതേപോലെ ഒരു ചെറിയ കുഞ്ഞായി ജനിച്ചു വന്നതാണ്. ചെറുപ്പത്തിൽ അതിന് അബോർഷൻ ചെയ്തിരുന്നെങ്കിലോ, ഇറ്റ്സ് എ ലോസ്. അതുകൊണ്ട് കോൺഫിഡൻസ് ഇൻ ഹ്യൂമൻ ഇന്റലിജൻസ്, ഈ രാജ്യത്ത് ജനിക്കാൻ പോകുന്നവരും ജനിച്ചിട്ടുള്ളവരും എല്ലാവരും അവരുടെ ഇന്റലിജൻസിൽ ഈ രാജ്യത്തിന് കോൺഫിഡൻസ് ഉണ്ടാവണം. റൈറ്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, അപ്രോപ്രിയേറ്റ് ആൻഡ് പാർട്ടിസിപ്പേഷൻ, എല്ലാവർക്കും പങ്കാളിത്തം കൊടുക്കണം, എല്ലാവർക്കും റൈറ്റും റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം. ഇതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ക്ലാസ്സിൽ നിങ്ങൾ കാണുക. ഡെമോക്രസി ഇൻ എഡ്യൂക്കേഷൻ എന്നിട്ട് 2 പോയിന്റ്സും കൂടെ അതിൽ കാണാം. കൺസെപ്റ്റ് ഓഫ് ഈക്വാലിറ്റി ഇൻ എഡ്യൂക്കേഷൻ, ഫ്രീഡം ഇൻ എഡ്യൂക്കേഷൻ. അതായത് ഡെമോക്രസീനെ എഡ്യൂക്കേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ എല്ലാവർക്കും തുല്യമായി പഠിക്കാനുള്ള അവകാശം കൊടുക്കണം. അതുപോലെ തന്നെ ഫ്രീഡം ഇൻ എഡ്യൂക്കേഷനും നൽകണം. എന്ത് വേണമെന്നുണ്ടെങ്കിലും പഠിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാക്കി കൊടുക്കണം. ഇത്രയാണ് 1ാമത്തെ ബ്ലോക്കിൽ പറയാനുള്ളത്. പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റെഡ് ആക്കിയിട്ടുള്ള PDF കൂടി ഞാൻ അയച്ചുതരാം. നിങ്ങൾക്ക് അയച്ചെന്നതിലൊന്നും റെഡ് ആയിരിക്കണം എന്നില്ല. അപ്പം ഞാൻ ഈ PDF കൂടി നിങ്ങൾക്ക് അയച്ചുതരാം. ഓക്കെ, റെഡ് ടോപ്പിക്കുകൾ പ്രത്യേകം നോട്ട് ചെയ്യാം. then Indian culture and human values, changing culture and human values. ഇൻട്രൊഡക്ഷൻ ഉണ്ട്, വായിച്ചു നോക്കുക. ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ചും വാല്യൂസിനെ കുറിച്ചും ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ചും നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല കൾച്ചറിസ്റ്റിക് ആയിട്ടുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. ആ കൾച്ചർ നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടി എന്നുള്ളതൊക്കെ പിന്നീട് പറയുന്നുണ്ട്. കൾച്ചർ എന്താണെന്നതിനെ കുറിച്ച് ഒരു മീനിങ് കൊടുക്കുന്നുണ്ട്. ദെൻ ഇൻഫ്ലുവൻസ് ഓഫ് ജോഗ്രഫി ഇൻ ഇന്ത്യൻ കൾച്ചർ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇന്ത്യൻ കൾച്ചറിലെ ജോഗ്രഫി എങ്ങനെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഇതിനെക്കുറിച്ച് വലിയൊരു ടോപ്പിക് തന്നെയാണ്. ഞാൻ ഇതിൽ പോയിന്റ്സ് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഇന്ത്യയുടെ ജോഗ്രഫി, ഭൂമി എങ്ങനെ നിൽക്കുന്നു എന്നത് നമ്മുടെ കൾച്ചറിനെ എങ്ങനെ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭൂനിരപ്പിനെ, ജോഗ്രഫിനെ 5 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന്, മൗണ്ടൻ ഓഫ് ദ നോർത്തേൺ ഇന്ത്യ, മലകളൊക്കെ നിറഞ്ഞ ഹിമാലയൻ ഏരിയ. പിന്നെ താഴ്വരകൾ, അവിടെ നദികളൊക്കെ ഉണ്ട്, ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. then central Indian plate, South Indian plate and coastal region. സമതലങ്ങളുണ്ട്, തീരപ്രദേശങ്ങളുണ്ട്, താഴ്വരകളുണ്ട്, മലകളുണ്ട്. ഇവിടൊക്കെ ഇതനുസരിച്ച് നമ്മുടെ കൾച്ചറിൽ മാറുമെന്നാണ് പറയുന്നത്. അതെങ്ങനെ, എന്താണ് കൾച്ചർ? സ്വഭാവ രീതി, പെരുമാറ്റ രീതി, ഭക്ഷണ രീതി, വസ്ത്രരീതി, ഇതൊക്കെ ഈ പ്രദേശത്തിനനുസരിച്ച് മാറും എന്നാണ് പറയുന്നത്. ശരിയല്ലേ? അതായത്
കുന്ന് ആയിട്ടുള്ള മലകളിൽ താമസിക്കുന്ന ആൾക്കാർ, തീരപ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാർ തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വീഡിയോ ക്ലാസ്സും കൂടെ നിങ്ങൾ കേൾക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിനൊന്നും ബുക്ക് വായിക്കണ്ട, ഈ ഒരു പോയിന്റ്സ് മാത്രം മതി എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് തോന്നുന്ന രൂപത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് എഴുതാം. ഇനി ഇന്ത്യയിലെ ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഇറ്റ് ഇൻഫ്ലുവൻസ് ഓഫ് ഇന്ത്യൻ വാല്യൂസ്, അവിടെ കുറച്ച് കൂടുതൽ വായിക്കാനുണ്ട്. അതായത് ഇന്ത്യയുടെ നമ്മുടെ കൾച്ചറിന് 5000 വർഷത്തെ പഴക്കമുണ്ട്. ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള കൾച്ചറും ചരിത്രവും നമ്മുടെ രാജ്യത്തിനാണ്, ഇന്ത്യക്കാണ്, നമുക്കറിയാം. അതെല്ലാ രാജ്യങ്ങളും അംഗീകരിക്കുന്നതാണ്. 5000 വർഷത്തെ പഴക്കമുണ്ട് നമ്മുടെ കൾച്ചറിന്. ആ കൾച്ചറിൽ പിന്നീട് പുറത്തുനിന്നുള്ള സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. അതായത് മുഗളന്മാർ വന്നിട്ടുണ്ട്, പേർഷ്യക്കാർ വന്നിട്ടുണ്ട്, അവരുടെയൊക്കെ കൾച്ചർ നമ്മൾ ബാധിച്ചു. അറബികൾ വന്നിട്ടുണ്ട്. അങ്ങനെ പുറത്തുനിന്നുള്ള പല ആളുകളും അവസാനം ഇംഗ്ലീഷുകാരും വന്നതുകൊണ്ട് ഇംഗ്ലീഷ് കൾച്ചറും നമുക്കുണ്ട്. കുറെ കൾച്ചറൊക്കെ നമ്മൾക്ക് ഇംഗ്ലീഷുകാരുടെ കൾച്ചറും ഉണ്ട്. നമ്മൾ ചില വാക്കുകൾ യൂസ് ചെയ്യുമ്പോൾ പോലും ഇംഗ്ലീഷ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതൊക്കെ എങ്ങനെ കിട്ടി നമുക്ക്? ഇംഗ്ലീഷുകാർ ഇവിടെ വന്നുകൊണ്ടാണ്. അപ്പൊ ഇതിൻ്റെ എല്ലാം കൂടെ ഉള്ള ഒരു മിക്സ്ഡ് കൾച്ചറാണ് നമുക്ക് കിട്ടുന്നത്. ഇന്ത്യൻ കൾച്ചറിന്റെ കോമ്പണൻസ്, ഈ പോയിന്റ്സ് മാത്രം നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ്. റിലീജിയൻ, അതിനെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. റിലീജിയനെ കുറിച്ച് നമ്മുടെ കൾച്ചറിൽ റിലീജിയൻ ഏതൊക്കെ മതങ്ങളുണ്ട്. ലാംഗ്വേജ്, ഓരോ സ്റ്റേറ്റിനും ഓരോ ലാംഗ്വേജ് ഉണ്ടായിരിക്കുന്നു, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ദെൻ ഫാമിലി സ്ട്രക്ചർ, ഇന്ത്യയുടെ ഫാമിലി സ്ട്രക്ചർ എന്താണ്? നമ്മൾ കൂട്ടുകുടുംബമായിട്ടാണ് ജീവിക്കുക. മറ്റുള്ള വിദേശ രാജ്യങ്ങളെ പോലെ ഒറ്റക്കൊറ്റക്ക് താമസിക്കുകയോ അല്ലെങ്കിൽ കപ്പിളായിട്ട് മാറിപ്പോവുകയോ അങ്ങനെ ഒന്നുമില്ല. ദെൻ മാരേജ് കസ്റ്റംസ്, നമ്മൾ ഒരു മാരേജ് സിസ്റ്റം, നമ്മളുടെ പവിത്രമായ മാരേജ് സിസ്റ്റം ഫോളോ ചെയ്യുന്നവരാണ് ഇംഗ്ലീഷുകാരെ പോലെ. അല്ലെങ്കിൽ മറ്റുള്ള വിദേശ രാജ്യങ്ങളെ പോലെ എഗ്രിമെന്റ് വെച്ചിട്ട് കുറച്ചു കാലം 6 മാസത്തേക്കൊന്നും കല്യാണം കഴിക്കുന്ന രീതി നമ്മുടെ രാജ്യത്തില്ല. വളരെ പവിത്രമായ രീതിയിലുള്ള വിവാഹമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ദെൻ ഫെസ്റ്റിവൽസ് അതിനെ കുറിച്ചുണ്ട്. ദെൻ ക്യൂസിൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണ രീതിയാണ്. ദെൻ ക്ലോത്തിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ വസ്ത്രരീതി. ദെൻ ആർട്സ് ആൻഡ് ആർക്കിടെക്ചർ, ഇന്ത്യയുടെ ആർട്സ്, നമ്മുടെ ആർക്കിടെക്ചറും അതും വളരെ ഫേമസ് ആണ്. ദെൻ കസ്റ്റംസ് ആൻഡ് എറ്റിക്കറ്റ്സ്, നമ്മുടെ മര്യാദകളും ആതിഥ്യ മര്യാദകളും. ദെൻ ലിറ്ററേച്ചർ ആൻഡ് ഫിലോസഫി, നമുക്ക് ധാരാളം ലിറ്ററേച്ചർ ഉണ്ട്, ഫിലോസഫി ഉണ്ട്, തത്വങ്ങളുണ്ട്. എന്താണ് ലിറ്ററേച്ചർ? ലിറ്ററേച്ചർ എന്ന് പറയുന്നത് നമുക്ക് പുരാതനമായ കുറെ എഴുത്തുകൾ നമ്മുടെ അടുത്തുണ്ട്, സാഹിത്യങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. അതിൽ രാമായണം, ഭഗവത്ഗീതയൊക്കെ ഉൾപ്പെടുകയും ചെയ്യും. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ വാല്യൂസ് അണ്ടർലൈൻ, ഇതും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. വാല്യൂസ് അണ്ടർലൈൻ ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ കൾച്ചറിലെ വാല്യൂസ്. ഒറിജിൻ ഓഫ് ദി ടേം വാല്യൂ, വാല്യൂ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, റിലീജിയൻ, സൊസൈറ്റി, ഇതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതും ഞാൻ ഓൾറെഡി ലൈവ് ക്ലാസ് എടുത്തതാണ്. നിങ്ങൾ ഈ പോയിന്റ്സ് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അവിടെ നമ്മുടെ ഫാമിലി മാരേജ് ഫെസ്റ്റിവലിനെ കുറിച്ചിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. കുറച്ചുകൂടി ഉണ്ട്, അത് വലിയൊരു ടോപ്പിക് തന്നെയാണ്. ഈ ക്ലാസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിക്ചർ സഹിതം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. മ്യൂസിക് ആൻഡ് ഡാൻസ്. അപ്പോൾ നമുക്ക് യൂണിറ്റ് 2ലേക്ക് വരാം. വാല്യൂ എൻറിച്ച്ഡ് ഇൻ ഇന്ത്യൻ ഫിലോസഫി, ഇന്ത്യൻ ഫിലോസഫിയിലെ വാല്യൂസ്. അപ്പോൾ ഫിലോസഫി എന്താണ് എന്ന് നിങ്ങൾ പഠിക്കണം. തത്വങ്ങൾ, തത്വജ്ഞാനം എന്ന് പറയാം. അത് വന്നിട്ടുള്ള വാക്ക് ഫിലോസോഫിയ എന്നുള്ള വാക്കിൽ നിന്നാണ് ഇത് വന്നത്. അതായത് ലവ് ഓഫ് വിസ്ഡം എന്നുള്ള അർത്ഥം വരുന്ന തത്വം എന്ന് പറയുന്നത് നമുക്ക് ജീവിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നന്നായി ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ വാക്യങ്ങളെ നമുക്ക് തത്വങ്ങൾ എന്ന് പറയാം. തത്വങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്, പക്ഷെ മീനിങ് കൊടുക്കാൻ പ്രയാസമാണ്. അപ്പോൾ ഇറ്റ് സിഗ്നിഫൈസ് ദ പർട്ടിക്കുലർ അപ്രോച്ച് ഓഫ് ആക്ടിവിറ്റി ഫോക്കസ്ഡ് ഓൺ സീക്കിംഗ് ഫണ്ടമെന്റൽ അണ്ടർസ്റ്റാൻഡിംഗ്. ഒരു കാര്യത്തെ നമുക്ക് ശരിക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ തത്വം നമ്മളെ സഹായിക്കും. ദെൻ എംപ്ലോയിങ് ദി റീസൺസ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്, ചില കാര്യങ്ങളെ നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് നടത്തണം. എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കുക അല്ലാതെ അങ്ങനെയാണെന്ന് ചിന്തിക്കുകയല്ല ചെയ്യേണ്ടത്. അതിനൊന്ന് അനലൈസ് ചെയ്യണം. അതിനെ നമുക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയാം. എല്ലാറ്റിനും കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പാടില്ല. ഇന്ത്യയുടെ ഒരു കൺസെപ്റ്റ് എന്താ വെച്ചാൽ എല്ലാത്തിനെയും സ്വീകരിക്കുന്ന കൺസെപ്റ്റാണ്, അംഗീകരിക്കുന്ന, ബഹുമാനിക്കുന്ന. എല്ലാത്തിനെയും സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ഇന്ത്യക്കാർക്ക് ഉണ്ടായത് കൊണ്ട്, നമ്മുടെ രാജ്യത്തിനുള്ളത് കൊണ്ട് നമ്മൾ പലപ്പോഴും പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇംഗ്ലീഷുകാർ നമ്മളെ പറ്റിച്ചു പോയത്. ആത്മാർത്ഥത, നിഷ്കളങ്കത കൂടിയാൽ നമുക്ക് ബുദ്ധിമുട്ടാവുമല്ലോ. അതുകൊണ്ട് നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് നടത്തണം. അവിടെയാണ് തത്വജ്ഞാനത്തിന്റെ പ്രാധാന്യം വരുന്നത്. തന്നെ എക്സ്പ്ലോറിംഗ് ഡൈവേഴ്സ് ഇൻ പെർസ്പെക്റ്റീവ്,
നമ്മൾ എന്താ പറയുക, നാനാത്വത്തിലെ ഏകത്വം എന്നൊക്കെ പറയുന്നത് മറ്റുള്ളവരെ കൂടി വിശാലമായ രീതിയിലുള്ള ചിന്താഗതി നമുക്ക് ഉണ്ടാവണം. പിന്നെ എൻഗേജിങ് ഇൻ എ കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് എൻക്വയറി, എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, അന്വേഷിച്ചു കൊണ്ടേയിരിക്കണം. ഇതൊക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ കൺസെപ്റ്റാണ് ഫിലോസഫി എന്ന് പറയുന്നത്. ഇന്ത്യൻ ഫിലോസഫി, അതിൽ പങ്കെടുത്തിട്ടുള്ള അല്ലെങ്കിൽ അത് സംഭാവന ചെയ്തിട്ടുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത് ഇന്ത്യൻ ഫിലോസഫി. അതിൽ നമുക്ക് ആരൊക്കെ കാണാൻ പറ്റും? ഇന്ത്യൻ ഫിലോസഫി മതപരമായ കാര്യങ്ങളിൽ നിന്നും വന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കന്മാർ കൊണ്ടുവന്നതാണ്, അല്ലെങ്കിൽ വന്നതാണെന്ന് പറയാം, അതിലൂടെ വന്നതാണെന്ന് നമുക്ക് പറയാം. എങ്കിലും പ്രധാനപ്പെട്ട കുറച്ച് വ്യക്തിത്വങ്ങൾ നമുക്ക് അതിൽ നിന്നെടുക്കാം സാധിക്കും. ശ്രീ ഔറോബിന്ദോ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇന്ത്യക്കാരനാണ്. അദ്ദേഹം കുറേ പ്രിൻസിപ്പിൾസ് തന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്തിനെ നല്ല രീതിയിൽ നയിക്കാനും നല്ലൊരു ലൈഫ് കൊണ്ടുപോകാനും ആവശ്യമായ. രവീന്ദ്രനാഥ് ടാഗോർ ഒരു തത്വചിന്തകനാണ്, കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മഹാത്മാഗാന്ധി എങ്ങനെ ജീവിക്കണമെന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ശ്രീരാമകൃഷ്ണ പരമഹംസ, അത് സ്വാമി വിവേകാനന്ദന്റെ ഗുരുവാണ് ശ്രീരാമകൃഷ്ണ പരമഹംസ, ദെൻ സ്വാമി വിവേകാനന്ദൻ. അങ്ങനെ കുറച്ച് ആൾക്കാർ നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ലേറ്റസ്റ്റ് ആയിട്ട് മദർ തെരേസയും കൃഷ്ണമൂർത്തി, അങ്ങനെയുള്ള കുറേ ആളുകൾ നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റ് ഇന്ത്യൻ ഫിലോസഫിയിൽ നമുക്ക് ഇന്ത്യൻ കൾച്ചറിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലോസഫിയിൽ വായിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ: ധർമ്മ, മോക്ഷ, കർമ്മ, ആത്മ. ഇതിനെക്കുറിച്ച് ഒന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. എന്താണ് ധർമ്മ, മോക്ഷ, കർമ്മ ആൻഡ് ആത്മ എന്ന് പറഞ്ഞാൽ? അതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ക്ലാസ് ചെയ്തിട്ടുണ്ട്. ധർമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും അതിൽ നമുക്ക് മോക്ഷം കിട്ടുകയും അങ്ങനെയുള്ള കുറച്ച് കൺസെപ്റ്റുകളാണ് അതിൽ വരുന്നത്. ഓക്കെ, ചെയ്ത കാര്യങ്ങൾക്കുള്ള ശിക്ഷ കിട്ടുന്നതുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ ക്ലാസ് ഒന്നുകൂടെ കേൾക്കുക, മനസ്സിലാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇനി ഞാൻ പറയാൻ വന്ന ഈ ഒരു ടോപ്പിക്ക് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവില്ല. ഇതിൻ്റെ ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതും കൂടെ കേൾക്കുക കേട്ടോ. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം വായിച്ചാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഇതൊക്കെ പിന്നെ എളുപ്പമാണ്. മതത്തെക്കുറിച്ച് പറയുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. ഭക്തി, സിഖിസം, ഇസ്ലാം. ഇതിൻ്റെ ക്ലാസ് റെക്കോർഡറാണ്, കേൾക്കുക. Then come to the third unit, cultural pluralism in India, Indian society. ഇന്ത്യയിൽ കൾച്ചറൽ പ്ലൂറലിസം ഉണ്ട് എന്ന് പറഞ്ഞാൽ ധാരാളം കൾച്ചറുകളെ, ഒരു വ്യത്യസ്തമായ കൾച്ചറുള്ള ഒരു കൂട്ടാണ് ഇന്ത്യ എന്ന് പറയാം. അപ്പോൾ അവിടെ നമുക്ക് പ്രത്യേകമായി നോട്ട് ചെയ്യാനുള്ളത് സിവിലൈസേഷൻ ആൻഡ് കൾച്ചറാണ്. എന്താണ് സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു പ്രത്യേക ജീവിത രീതി നമ്മൾ ഫോളോ ചെയ്യുന്നതിനാണ്. അങ്ങനെയാണ് ഇന്ത്യയുടെ കൾച്ചർ. അവിടെ നമുക്ക് സിന്ധു നദീതട സംസ്കാരവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ പ്ലൂറാലിറ്റി ഐഡന്റിറ്റീസ്. നമുക്ക് ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ച് പറയുമ്പോൾ പ്ലൂറാലിറ്റിയെ പറയേണ്ടി വരും. നമ്മുടെ കുട്ടികളെ നമ്മൾ പ്ലൂറാലിറ്റി പറഞ്ഞ് പഠിപ്പിക്കേണ്ടി വരും. അതായത് നമ്മുടെ ഒരു കൾച്ചർ മാത്രമല്ല, ധാരാളം കൾച്ചർ, വ്യത്യസ്തമായ മതങ്ങളും വ്യത്യസ്തമായ കൾച്ചറുകളും നമ്മുടെ രാജ്യത്ത് ഉണ്ട് എന്ന് പുതിയ തലമുറയെ നമ്മൾ പഠിപ്പിക്കണം. കൾച്ചറൽ ഡൈവേഴ്സിറ്റി, ഇതിനെക്കുറിച്ച് നന്നായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. റിച്ച്നെസ് ഓഫ് ഇന്ത്യ, ദെൻ കൾച്ചറൽ പ്ലൂറലിസം ഇൻ ഇന്ത്യ, ദെൻ വാല്യൂസ് അണ്ടർലൈൻ കൾച്ചറൽ പ്ലൂറലിസം. ഇത്രയും ടോപ്പിക്കുകൾ ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി കേട്ടോ. ഇതിലൊന്നും പോയിന്റ്സുകളൊന്നുമില്ല, ചെറിയ ചെറിയ പാരഗ്രാഫുകളാണ് ഇതിലുള്ളത്. അതുകൊണ്ട് ജസ്റ്റ് ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അവിടെ ഞാൻ ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്തിട്ടില്ല. ദെൻ വാല്യൂസ്, 4ാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ വാല്യൂസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അവിടെ നിങ്ങൾ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് മനസ്സിലാക്കി വെക്കണം. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താണെന്ന് ചുരുക്കി ഞാൻ പറഞ്ഞുതരാം. ഈ ഭൂമിയിൽ നമ്മൾ മാത്രം ജീവിച്ചാൽ പോരാ, നമ്മുടെ അടുത്ത തലമുറ കൂടി ജീവിച്ച് മരിച്ചു പോകണം. അപ്പോൾ ഇവിടെയുള്ള വിഭവങ്ങൾ നമ്മൾ മാത്രം യൂസ് ചെയ്തിട്ട് നശിപ്പിക്കാനുള്ളതല്ല. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളുടെ അടുത്ത തലമുറ അവർ വന്നിട്ട് അത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഭൂമിയിലുള്ളതൊന്നും നശിപ്പിക്കാൻ പാടില്ല എന്നർത്ഥം. ഒരു മരം നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. ഒരു മരം നശിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് വേറെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ ഇവിടുന്ന് പോവാൻ. ഇല്ലെങ്കിൽ അത് അടുത്ത തലമുറക്ക് പ്രശ്നമാണ്. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. അതാണ്. അപ്പോൾ വാല്യൂസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്,
സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് മൂല്യങ്ങൾ എന്തൊക്കെയാണ്? റെസ്പെക്റ്റ് ഫോർ അതേഴ്സ് ഇൻക്ലൂഡിങ് ദോസ് പ്രസൻറ്റ് ഫ്യൂച്ചർ ജനറേഷൻ. ഇനി ഒരു തലമുറ കൂടി ഇവിടെ വരാനുണ്ട് എന്നുള്ള ബോധത്തോടെ നമ്മൾ ജീവിക്കണം. പല ആളുകളും നമ്മൾ വീട്ടിൽ തന്നെ കാണാം, നിങ്ങളുടെ കുട്ടികളുടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കുട്ടികളുടെ ഇടയിൽ തന്നെ കാണാം, അവരുടെ സ്വന്തം കാര്യം മാത്രം നോക്കിയിട്ട് പോകുന്ന ആൾക്കാർ. എന്നാൽ ചില കുട്ടികൾ എന്താണ്, സ്വന്തം കാര്യം ഇനി വരാൻ പോകുന്നവരെ കൂടി അവർ ചിന്തിക്കും. ഇപ്പോൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി വിചാരിക്കുക, അപ്പോൾ ഒരു കുട്ടി വന്നിട്ട് അതിലുള്ള പ്രധാനപ്പെട്ട ഇപ്പോൾ മീനാണെങ്കിൽ മീൻ മുഴുവൻ എടുത്ത് തിന്നാണെങ്കിൽ അവന് സമൂഹത്തിനെതിരാണെന്ന് അർത്ഥം. നേരെ മറിച്ച് അടുത്ത ഒരു കുട്ടി കൂടെ വരാനുണ്ട്, അവനക്ക് വേണ്ടി ഇത്തിരി മാറ്റി വെച്ചാൽ അവനക്ക് എത്തിക്സ് ഉണ്ടെന്ന് അർത്ഥം, അവനക്ക് വാല്യൂ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ വാല്യൂ ഉണ്ടെന്ന് അർത്ഥം. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഭൂമിയിലുള്ള സാധനങ്ങൾ നശിപ്പിച്ചുകൊണ്ട് പോകാൻ പാടില്ല. നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. നമ്മളിവിടെ ഒരു 100 കൊല്ലം ഈ ഭൂമിയിൽ ജീവിക്കുകയാണെങ്കിൽ ആ 100 കൊല്ലം കൊണ്ട് എന്തൊക്കെ തമ്മാടിത്തരങ്ങൾ ഈ ഭൂമിയോട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് ഭൂമിനെ നശിപ്പിച്ച് നമ്മൾ ഇവിടുന്ന് പോകും. അതിന്റെ ബാക്കി അടുത്ത തലമുറ അനുഭവിക്കും. ഫോർ ദ ഡിഫറൻസ് ഓഫ് ഡൈവേഴ്സിറ്റി, ഇവിടുത്തെ ഡൈവേഴ്സിറ്റിനെ കുറിച്ച് നമ്മൾ അടുത്ത തലമുറക്ക് പറഞ്ഞു കൊടുക്കണം. എൻവയോൺമെന്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. റിസോഴ്സ് ഓഫ് ദ പ്ലാനറ്റ് വി ഇൻഹാബിറ്റ്, ഈ ഭൂമിയെ എങ്ങനെ നിലനിർത്തണം എന്നതിനെ കുറിച്ച് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. എങ്ങനെ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാം? ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ഡെവലപ്പിംഗ് ദി വാല്യൂസ് ഇൻ ചിൽഡ്രൻ. എന്ത് വാല്യൂ ആണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വാല്യൂ കുട്ടികൾക്ക് ഉണ്ടാവണമെങ്കിൽ അവർക്ക് നർച്ചറിങ് ആക്ടിവിറ്റീസ് അവരെ പഠിപ്പിക്കണം. എന്താണ് ഈ നർച്ചറിങ്? നർച്ചറിങ് എന്ന് പറഞ്ഞാൽ പരിപാലിക്കലാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ ഭൂമിയെ, ചില കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ, ഒരു ചെറിയ പക്ഷിക്കുഞ്ഞ് എവിടെയെങ്കിലും വയ്യാണ്ട് കിടന്നാൽ അവർക്ക് വല്ലാണ്ട് വറീഡാവും, അവരതിനെടുത്ത് താലോലിച്ച് വളർത്തി വിടും. അത് നർച്ചറിങ് ആണ്. ആ ഒരു പക്ഷിക്കുഞ്ഞ് ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളതാണ്. അത് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായാൽ ഭൂമിക്ക് എന്തോ പ്രയാസം ഉണ്ടാവും. അതവരെ പഠിപ്പിക്കണം. ഒരു കുഞ്ഞിനെയും ഒരു ജീവിയെയും നശിപ്പിക്കാൻ പാടില്ല. യൂസിങ് ദി മീഡിയ ആൻഡ് ആക്ട് ചിൽഡ്രൻ വിത്ത് എൻവയൺമെന്റ്, റോൾ പ്ലേ, കൾച്ചറൽ ആക്ടിവിറ്റി, റീയൂസിങ്. റീയൂസിങ് എന്താണ്? ഇപ്പോൾ ഉള്ള ഒരു കൺസെപ്റ്റ് അനുസരിച്ച് നമുക്ക് റീയൂസിങ് ഇല്ല. കുട്ടികളൊക്കെ നമ്മൾ അത് ശീലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഉപയോഗിക്കുക, വലിച്ചെറിയുക, അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റാണ്. വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ. ഫോർ എക്സാമ്പിൾ ഞാനൊരു പെന്നിന്റെ കാര്യം പറയാം. പേന, ഒരു ഇപ്പൊ വരുന്ന പല പേനകളും പ്ലാസ്റ്റിക്കിന്റെ ഒരു പേനയാണ് വരിക. അത് എഴുതി കഴിഞ്ഞാൽ ഒറ്റ ഏറാണ്. പിന്നെ അതിന് വേറൊരു റീഫില്ല് ചെയ്യാൻ പറ്റില്ല, അതിന് സാധ്യമല്ല. ആ ഒരു കൺസെപ്റ്റ് കുട്ടികളുടെ സ്വഭാവത്തിൽ പിന്നീട് ഉണ്ടാവും. നിങ്ങൾ കുട്ടികൾക്ക് പേന വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഒറ്റ തവണ എഴുതിയിട്ട് മഷി തീർന്ന വലിച്ചെറിയുന്ന പേന വാങ്ങിച്ചു കൊടുക്കരുത്. അവർക്ക് ഒരു പേനയും അതിന്റെ കൂടെ ഒരു 10 റീഫില്ലും കൂടെ വാങ്ങിച്ചു കൊടുക്കുക. വീണ്ടും കൊണ്ട് ഉപയോഗിക്കാൻ പഠിപ്പിക്കുക. നല്ല രീതിയിൽ ഡിസ്പോസ് ചെയ്യാൻ പഠിപ്പിക്കുക. ഇനി വേണ്ടാത്ത സാധനമാണെങ്കിൽ അതിനെ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുക, ഭൂമിക്ക് പ്രശ്നമാവാത്ത രൂപത്തിൽ. ഇപ്പോൾ യൂസ് ആൻഡ് ത്രോ കൺസെപ്റ്റ് കൂടി വന്നു. ഇപ്പോൾ ഡിസ്പോസിബിൾ ഗ്ലാസ്, ഡിസ്പോസിബിൾ പ്ലേറ്റ്, ഡിസ്പോസിബിൾ ബോട്ടിൽ, ഇതൊക്കെ വന്നപ്പോൾ നമ്മളിങ്ങനെ ഉപയോഗിക്കാൻ വലിച്ചെറിയുക എന്നുള്ള കൺസെപ്റ്റായി. ജെൻഡർ ഈക്വാലിറ്റിയും അതിൻ്റെ കൂടെ പഠിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. നഴ്സറിങ് ഫർത്ത് ഇൻ ഡെമോക്രസി, ജനാധിപത്യത്തെക്കുറിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. ഇവ രാഷ്ട്രീയത്തിലുള്ള ആളുകൾക്ക് കള്ളന്മാരാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കരുത് കുട്ടികളെ. നല്ല രാഷ്ട്രീയം അവർ പറഞ്ഞു പഠിപ്പിക്കുക. ഇപ്പോഴത്തെ യൂത്തൊക്കെ രാഷ്ട്രീയത്തെക്കുറിച്ച് നല്ല ബോധമുള്ള ആൾക്കാരാണ്. കുറേ പേർക്ക് അറിയില്ല. മഹാത്മാഗാന്ധി ആരാണെന്ന് അറിയാത്ത ഡിഗ്രി സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട് ഇപ്പോഴും. അവരെക്കുറിച്ചല്ല. അവരുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ മുൻ തലമുറ അവർക്ക് പഠിപ്പിച്ചെടുക്കുന്നില്ല എന്നതുകൊണ്ടാണ്. അതിൻ്റെ ഉത്തരവാദി നമ്മൾ തന്നെയാണ്. ഉൾപ്പെടുത്തുക, എല്ലാ കാര്യങ്ങളും അവരെയും കൂടെ ഉൾപ്പെടുത്തുക, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് കുട്ടികളിൽ ഈ വാല്യൂസ് കൂട്ടാനുള്ള കാര്യങ്ങൾ ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ടത്. മനസ്സിലായല്ലോ? ഇനി ഞാൻ ബ്ലോക്ക് 3 കടക്കാണ്, തിയററ്റിക്കൽ ഫൗണ്ടേഷൻ. നിങ്ങളെ ഒന്ന് ഇന്ററാക്ട് ചെയ്യാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? കുറച്ച് പേരെ ജോയിൻ ചെയ്ത് കാണുന്നുള്ളൂ. ഓക്കെ അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ അല്ലേ? സൗണ്ട് കുറവാണെന്നൊരു മെസ്സേജ് കാണാനുണ്ട്. നിങ്ങൾ റെക്കോർഡിംഗ് കൂടെ കാണുക കേട്ടോ. റെക്കോർഡ് കാണുമ്പോൾ സൗണ്ട് ഓക്കെ ആവും. ഓക്കെ.
ഞാൻ മൂന്നാമത്തെ ബ്ലോക്കിലേക്ക് പോവുകയാണ്, തിയററ്റിക്കൽ ഫൗണ്ടേഷൻസ്. മൂന്നാമത്തെ ബ്ലോക്കിൽ പറയുന്നത് എന്താണ് ഗുഡ്നെസ് എന്നാണ്. അങ്ങനെയൊന്നും ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് അർത്ഥം പറയാൻ പറ്റില്ല. എന്താണ് നല്ലത്? നല്ലതും ചീത്തയൊക്കെയാണ് നമ്മൾ എത്തിക്സിലും മൊറാലിറ്റീസിലൊക്കെ പറഞ്ഞത്. പക്ഷെ എന്താണ് ഈ നല്ലത്? ദ ടേം ഗുഡ് ഈസ് എൻ എത്തിക്കൽ കണ്ടെക്സ്റ്റ് ആൻഡ് ഇന്റർപ്രറ്റ് ഡിഫറെന്റ്ലി ഇൻ ഡിഫറെന്റ് തിങ്കേഴ്സ്. പലരും പല രീതിയിലാണ് നല്ലത് ചീത്ത എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതായത് നല്ലത് ചീത്തയെന്ന് പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല. ചില ആളുകൾക്ക് നല്ലത്, ചില ആളുകൾക്ക് ചീത്തയായിരിക്കും. അപ്പൊ അതിനെക്കുറിച്ചൊരു കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടാകും. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നമുക്ക് വേണ്ടത് ഇൻട്രിൻസിക് ആൻഡ് ഇൻസ്ട്രുമെന്റൽ ഗുഡ് ഉണ്ട്. അത് എന്താണ് എന്ന് അറിയില്ല. ഇൻട്രിൻസിക് ആൻഡ് ഇൻസ്ട്രുമെന്റൽ ഗുഡ്. പിന്നെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ് ഞാനിവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. Something this world is valuable, desirable, worthwhile. It's a good their own sake, whereas the other kind of good only means some ends. നിങ്ങൾക്ക് അങ്ങനെ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നമുക്ക് ഇൻട്രിൻസിക് ഗുഡ് എന്ന് പറയുന്നത് എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പീസ്, പ്ലഷർ, മണി, എൻജോയ്മെന്റ്, ഹാപ്പിനെസ്, നോളജ്, ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. ഇതിനെ നമുക്ക് ഇൻട്രിൻസിക് ഗുഡ് എന്ന് പറയാം. നിങ്ങൾക്ക് ഈ കൺസെപ്റ്റിനെ കുറിച്ച് കൂടുതൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ഇത് വിട്ട് കളയാം. നമുക്ക് നമ്മുടെ ലൈഫിന് ആവശ്യമായ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ചില കാര്യങ്ങൾ, അത് നമുക്ക് ഇൻട്രിൻസിക് എന്ന് പറയാം. എന്നാൽ ഇൻസ്ട്രുമെന്റൽ അതല്ല. മനസ്സിന്റെ ഉള്ളിൽ നിന്നല്ലാത്ത പുറത്തുനിന്ന് വരുന്ന ചില കാര്യങ്ങൾ, അതിന് നമുക്ക് എന്താ പറയാ, നമുക്ക് സന്തോഷം കിട്ടാനോ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങൾ, അതൊരു പക്ഷേ മറ്റുള്ളവർക്ക് നല്ല ഗുഡായിട്ട് തോന്നണം എന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്ട്രുമെന്റൽ ഗുഡ് എന്ന് പറയാം. നമ്മൾ സ്പിരിച്വലും മെറ്റീരിയലും എന്ന് പറയുന്ന പോലെ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ, അതിന്റെ എക്സാമ്പിളും കൂടെ വെച്ചിട്ട്. അതായത് ഇപ്പോൾ പണം എന്ന് പറയുന്നത് ഒരു നല്ല സാധനമാണ്, അല്ലെ? പണം നല്ലതാണെന്ന് പറയാം. എന്നാൽ ആ പണം നമുക്ക് നല്ലതിനെ കൊണ്ടുവരുമോ എന്നൊരു ചോദ്യം ചോദിക്കാം. പണം എന്നുള്ളത് ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റൽ ഗുഡ് നമുക്ക് തന്നു എന്ന് വരാം. എന്നാൽ നമ്മൾ മാനസികമായിട്ട് അത് നല്ലതാണോ? അത് മീൻസ് ഞാനൊരു എക്സാമ്പിളോട് പറഞ്ഞിട്ട് ഇതിനെ അവസാനിപ്പിക്കാം. അതായത് ഒരാൾക്ക് ഒരു മില്യനെയർ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു കോടീശ്വരനുണ്ട്. ആ കോടീശ്വരന് മനസ്സമാധാനം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഈ അർത്ഥം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കൺസെപ്റ്റിനെ പറയാം. നിങ്ങളത് കാര്യമായിട്ട് നോക്കൊന്നും വേണ്ട. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലഷർ ആൻഡ് ഹാപ്പിനെസ്. പ്ലഷറും ഹാപ്പിനെസ്സും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ ഇവിടെ ആ പ്ലഷറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഹാപ്പിനെസ് തരിക, പ്ലഷർ തരിക എന്നുള്ളത്. അതിനാണ് തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് നിങ്ങളുടെ ബുക്കിൽ തന്നെ പറയുന്നത്. പ്ലഷർ, ഹാപ്പിനെസ് ഈസ് ഓപ്പൺ യൂസ്ഡ് ഇന്റർചേഞ്ചബിളി. ഇത് രണ്ടും ഒരേപോലെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. എന്നാലും ഹാപ്പിനെസ് ഈസ് മോർ എൻഡിങ് ആൻഡ് ഹോളിസ്റ്റിക് സ്റ്റേറ്റ്. വെൽബീങ് ക്യാരക്ടേഴ്സ് പോസിറ്റീവ് ഇമോഷൻസ്, then contentment, satisfaction with the life and sense of purpose. പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞുതരാം. പ്ലഷർ എന്ന് പറയുന്നത് ഒരു ചെറിയ കാലത്തേക്കുള്ളതാണ് എന്നും ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് ലോങ് ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത് എന്ന് അത്രയെങ്കിലും നിങ്ങൾ അതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുക. ദെൻ ഹെഡോണിസം. ഹെഡോണിസം എന്ന് പറഞ്ഞാൽ സുഖാനുഭൂതി എന്നാണ് അതിന്റെ മലയാളം വരുന്നത്. ഹെഡോണിസം is a philosophical ethical stance emphasize the pleasure as the ultimate good primary of human life. ജസ്റ്റ് അതിനെക്കുറിച്ച് ഒന്ന് കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അതായത് നമ്മൾ സുഖത്തോടെ ജീവിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ അതിൽ 1-2 ടോപ്പിക് ഉണ്ട്. എത്തിക്കൽ പ്ലൂറലിസം, അതൊന്നും നോക്കണമെന്നില്ല. Then come to the unit 2, theories of conduct.
ഇനി നമ്മുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. നല്ല എഡ്യൂക്കേഷൻ കൊടുത്താൽ, നേരത്തെ പറഞ്ഞ എത്തിക്സ് ഒക്കെ മനസ്സിലാക്കിയാൽ, തുടക്കത്തിൽ പറഞ്ഞ വാല്യൂ എഡ്യൂക്കേഷനൊക്കെ നമുക്ക് കിട്ടിയാൽ നമ്മൾ നല്ല മനുഷ്യന്മാരായിട്ട് മാറും. അങ്ങനെ നല്ല മനുഷ്യന്മാരായിട്ട് മാറണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഹ്യൂമൻ കണ്ടക്ട്. ഒരു മനുഷ്യനാണോ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ഉണ്ട്. നെവർ ടേക്ക് എ ഹ്യൂമൻ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ വളരെ സിമ്പിളായ കാര്യമാണ് കേട്ടോ. നെവർ ടേക്ക് എ ഹ്യൂമൻ ലൈഫ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ അർത്ഥം മനസ്സിലായോ? നെവർ ടേക്ക് എ ഹ്യൂമൻ ലൈഫ് ജോയിൻ ചെയ്ത് ആർക്കെങ്കിലും ഇതിന്റെ അർത്ഥം മനസ്സിലായെങ്കിൽ ഒന്ന് പറയൂ. ആരെങ്കിലും ഒന്ന് ഓൺ ചെയ്തിട്ട് പറയൂ. നെവർ ടേക്ക് എ ഹ്യൂമൻ ലൈഫ്. ആർക്കെങ്കിലും മനസ്സിലായോ? ലബീബ മനസ്സിലായോ? നെവർ ടേക്ക് എ ഹ്യൂമൻ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരെങ്കിലും പറയൂ. രാജേശ്വരി സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം. നെവർ ടേക്ക് എ ഹ്യൂമൻ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ലബീബ മൈക്കൊക്കെ ഓണാണ്, പറഞ്ഞോളൂ. കിട്ടിയില്ല? ഒന്നുമില്ല. നെവർ അതാണോ? ഒരു മിനിറ്റ്, ഞാൻ സ്ക്രീൻ ഒന്നുകൂടെ കാണിക്കാം. നെവർ ടേക്ക് എ ഹ്യൂമൻ ലൈഫ്. നെവർ ടേക്ക് എ ഹ്യൂമൻ ലൈഫ്. സുസ്മി, സുഭാഷ് ഒന്ന് പറയോ? അങ്ങനെ പറഞ്ഞ എന്താണ്? നെവർ ടേക്ക് എ ഹ്യൂമൻ ലൈഫ്. ഞാനൊന്ന് ഇന്ററാക്റ്റീവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. രാജേശ്വരി, മുസ്ല, ആരെങ്കിലും ഇങ്ങനൊരു ഇതിന്റെ മീനിങ് മനസ്സിലായോ? നെവർ ടേക്ക് എ ഹ്യൂമൻ ലൈഫ്. ഓക്കെ, ഇനി വെച്ച് ഞാൻ പറയാം. നെവർ ടേക്ക് എ ഹ്യൂമൻ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരാളെയും കൊല്ലരുതെന്നാണ്. ഒരു മനുഷ്യ ജീവിതം എടുക്കരുത്, ജീവൻ എടുക്കരുത്, കൊല്ലരുത് എന്നർത്ഥം. അപ്പോൾ നമ്മൾ ആരെയും കൊല്ലാൻ പാടില്ല. അതാണ് തിയറി ഓഫ് കണ്ടക്ട്. Then never cause a needless pain and suffering to others. Never cause a needless pain and suffering to others. ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ? Never cause needless pain. ആരെയും നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല. Then don't engage sexual activity outside marriage. അത് നമുക്കറിയാം. Always turn other cheek when you have been injured one cheek. പറയാൻ പറ്റുമോ ഇതിന്റെ അർത്ഥം? ഞാൻ പറയാം. Always turn other cheek when you have been injured one cheek. ഒരു കവള് തടിയിട്ട് അടുത്ത കവള് കാണിച്ചെടുക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ ഗാന്ധിജിയുടെ കൺസെപ്റ്റ് ആണല്ലോ. ഇത് നമ്മുടെ ഇന്ത്യയുടെ കൺസെപ്റ്റ് ആണ്. ഒരു മനുഷ്യന് വിജയിക്കാൻ വേണ്ട കൺസെപ്റ്റ് കൂടിയാണ്. നമ്മൾ ആരെങ്കിലും വേദനിപ്പിക്കാൻ പാടില്ല. ഇനി നമ്മൾ ആരെങ്കിലും വേദനിപ്പിക്കുകയാണെങ്കിലോ തിരിച്ച് നമ്മൾ വേദനിപ്പിക്കാൻ പോണ്ട. നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല അയാൾ തിരിച്ചടിച്ചില്ലെങ്കിൽ. ബട്ട് നമ്മൾ അടിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. പക്ഷെ ആ വ്യക്തിനെ ആരടിച്ചോളും? ദൈവം പിന്നീട് എപ്പോഴെങ്കിലും അടിച്ചോളും. നോ പ്രോബ്ലം. ഈ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഒരു കവള് അടിച്ച അടുത്ത കവള് കാണിച്ചു കൊടുക്കുക, അടിക്കുക, ബുദ്ധിമുട്ടിക്കണതിലൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ ചില അഹിംസാപരമായ യുദ്ധമുറകളൊക്കെ സ്വീകരിച്ചിട്ടാണ്. അല്ലാണ്ട് നമ്മൾ ബോംബിട്ടിട്ടോ വാളെടുത്തിട്ടോ ഒന്നും അല്ല നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയെടുത്തത്. ഗാന്ധിജി നമ്മുടെ അടുത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല, ഇംഗ്ലീഷുകാരുടെ അടുത്തെല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ രക്ഷപ്പെട്ടു. അത് ഈ ഒരു ക്ഷമ എല്ലാം ഉള്ളത് കൊണ്ടാണ്. ദെൻ ഡോണ്ട് സ്റ്റീൽ, കക്കാൻ പാടില്ല. ആൾവേസ് ഓണർ യുവർ പാരൻസ്, പാരൻസിനെ ബഹുമാനിക്കണം. നെവർ ടെൽ ലൈ, കളവ് പറയാൻ പാടില്ല. ഇതൊക്കെയാണ് ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹ്യൂമൻ കണ്ടക്ട് എന്ന് പറയുന്നത്. ദെൻ തിയറീസ് ഓഫ് കണ്ടക്ട്. തിയറീസ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത് യൂണിവേഴ്സബിലിറ്റി ഉണ്ട്. അതായത് നമ്മളായിട്ട് മാത്രം നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ആളുകളുമായിട്ട് മാത്രം ജീവിച്ചാൽ പോരാ. നമ്മൾ ഇന്റർനാഷണലി ചിന്തിക്കണം. പുറത്തുള്ള ആളുകളുമായി നമ്മൾ എങ്ങനെ ബന്ധപ്പെടണം എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം.
ദെൻ റാഷണാലിറ്റി ആൻഡ് മൊറാലിറ്റി, ഇത് രണ്ടും നമുക്ക് ഉണ്ടാവണം. റാഷണാലിറ്റി മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ ധാർമ്മികതയാണ്. റാഷണാലിറ്റി എന്ന് പറഞ്ഞാൽ യുക്തിചിന്തയാണ്. എപ്പോഴും മതപരമായ ബുദ്ധിപരമായ മൊറാലിറ്റി പരമായ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ ചിലപ്പോഴൊക്കെ നമ്മൾ യുക്തിപരമായിട്ട് ചിന്തിക്കേണ്ടി വരും. പിന്നെ അടുത്ത് വന്നത് എപ്പിക്യൂറിയനിസം. ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. മനുഷ്യന്മാർക്ക് നമ്മളൊക്കെ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിക്കാനല്ല, കുറച്ചൊക്കെ എന്ത് ചെയ്യണം, ജീവിതം നമുക്ക് സുഖകരമായിട്ട് അല്ലെങ്കിൽ സുഖിക്കാനുള്ളതാണ് ജീവിതം എന്നുള്ള കൺസെപ്റ്റാണ്. പലപ്പോഴും നമ്മൾ കാരണം പലരുടെയും സുഖം ഇല്ലാണ്ടാകും. നമ്മൾ പല ആളുകളും ബുദ്ധിമുട്ടിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചില ആളുകൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അതായത് എല്ലാ മനുഷ്യർക്കും സുഖമായി സ്വസ്ഥമായി ജീവിക്കാൻ ഇവിടെ അവകാശമുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞിട്ടൊക്കെ ചില ആളുകളെ ബുദ്ധിമുട്ടിക്കുക, നമ്മൾ നാവ് കൊണ്ട് മറ്റുള്ളവരെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കും, ഇല്ലാത്തത് പറഞ്ഞിട്ടും മറ്റൊക്കെ. ഞാൻ നമ്മുടെ വാലിയുടെ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഒരു വ്യക്തിനെ ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ട് ഒരു സ്ത്രീ ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞു, അയാൾ ചെയ്യാത്ത തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അയാൾ അവിടുന്ന് ഒന്നും പറഞ്ഞില്ല. അയാൾ ട്രെയിനിന്റെ ടിക്കറ്റ് എടുത്തു, പക്ഷെ അയാൾ ആ ട്രെയിൻ കയറിയില്ല, അയാളുടെ വീട്ടിലെത്തിയില്ല, അയാൾ ആത്മഹത്യ ചെയ്തു. ഒരു നാവുകൊണ്ടുണ്ടായ ഒരു ചെറിയ സംഗതിയിലാണ് അദ്ദേഹം, നല്ലൊരു വ്യക്തി, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, ആത്മഹത്യ ചെയ്തത്. അപ്പൊ അതിന് ഉത്തരവാദി ആരാണ് അയാളെ വേദനിപ്പിച്ചത്? അതാണ്. അപ്പൊ അയാളുടെ സ്വസ്ഥമായ ജീവിതത്തെ അവർ നശിപ്പിച്ചു. എപ്പിക്യൂറിയനിസം, അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. റാഷണൽ ആൻഡ് സെൽഫ് ഇൻട്രസ്റ്റ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. റാഷണൽ ആൻഡ് സെൽഫ് ഇൻട്രസ്റ്റ് കുറച്ചൊക്കെ നമ്മൾ യുക്തിപരമായിട്ട് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിന്തിക്കണം. എപ്പോഴും നമ്മൾ നമ്മുടെ ഹസ്ബൻഡിന് വേണ്ടി, പാരൻസിന് വേണ്ടിയിട്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചാൽ പോരാ. എപ്പോഴെങ്കിലും കുറച്ചൊക്കെ നമ്മൾ നമ്മളുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് എസ്സേ ആയിട്ട് എഴുതാൻ പറ്റണം കേട്ടോ. ബുക്ക് നിങ്ങൾ വായിച്ചോളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കണം. റാഷണൽ ആൻഡ് സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പാരൻസിന് വേണ്ടിയിട്ടോ, കുട്ടികൾക്ക് വേണ്ടിയിട്ടോ, ഫാമിലിക്ക് വേണ്ടിയിട്ടോ ഫുൾ ടൈം എൻഗേജ് ആയി അവർക്ക് വേണ്ടിയിട്ട് ജീവിച്ച് നമ്മുടെ എല്ലാം കളയേണ്ട ആവശ്യമില്ല. ഒരു വൈഫ് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് ജീവിക്കണ്ട. പാരൻസ് കുട്ടികളുടെ പേരും പറഞ്ഞ് ഫുൾ ആയുസും കളയണ്ട. കുറച്ചൊക്കെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കും. ഞാനൊക്കെ നമ്മളെ സ്റ്റുഡൻസിനോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഒരിക്കലെങ്കിലും 3 മാസം കൂടുമ്പോഴെങ്കിൽ നിങ്ങൾ ഒറ്റക്കൊരു ടൂർ പോകണം. ഒറ്റക്കൊരു ടൂർ പോവുക. അതെങ്ങനെ? ഒറ്റക്ക് വേറെ ഫ്രണ്ട്സിനെയും ഫാമിലിനെയും ഒന്നും കൂട്ടാതെ എവിടെയെങ്കിലും പോയി ഇരുന്നിട്ട് നിങ്ങളെ കുറിച്ച് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ എന്താണ്, എനിക്ക് എന്തുണ്ട്? നമുക്കതിന് സമയമില്ല. നമുക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കാൻ മാത്രമേ സമയമുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ സമയം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു ദിവസങ്ങളിൽ നമ്മളെല്ലാവരും 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ഒറ്റക്കൊരു ടൂർ, അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കും. അത് മറ്റുള്ളവരെ കുറിച്ചല്ല. ഒരു മാരീഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി, ഒരു മാരീഡ് ആയിട്ടുള്ള ഒരു ലേഡി എപ്പോഴും ചിന്തിക്കുക ഫാമിലിയെ കുറിച്ച്, അല്ലെങ്കിൽ ഹസ്ബൻഡിനെ കുറിച്ച്. അയാൾ വന്നിട്ടുണ്ടാവോ, വീട്ടിലെത്തിയിട്ടുണ്ടാവോ, ഭക്ഷണം കിട്ടിയിട്ടുണ്ടാവോ? അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെ കാര്യം മറന്നു പോകരുത്. ഈവൻ ഹസ്ബൻഡ് വൈഫിനെ കുറിച്ച്, അവരുടെ ജോലിനെ കുറിച്ച്, അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കേണ്ട. ഹസ്ബൻഡിനെ കുറിച്ച് ഒരു നിമിഷം ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ്. ദ ജനറൽ ഗുഡ് തിയറി, നന്മയെ കുറിച്ചിട്ടുള്ള പഠനം, അതിനെ കുറിച്ചുള്ള അറിവ്, ദ റൂൾ ഓഫ് യൂട്ടിലിറ്റേറിയനിസം എന്നും പറയും. ഇതൊക്കെ ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ടോപ്പിക് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. റീസൺസ് ആൻഡ് ഇമോഷൻസ് ഓഫ് ഹ്യൂമൻ കണ്ടക്ട്. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ബുദ്ധിമുട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. ഡിക്കോട്ടമി ബിറ്റ്വീൻ റീസൺ ആൻഡ് ഇമോഷനും തമ്മിലുള്ള മനസ്സിലാക്കലാണ് ഡിക്കോട്ടമി എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇംപ്ലിക്കേഷൻ ഓഫ് ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുക, മനസ്സിലാവുന്നുണ്ടെങ്കിൽ നോക്കിയാൽ മതി. ഓക്കെ, ഞാൻ സ്കിപ്പ് ചെയ്യുന്നു. യൂണിറ്റ് 4 ക്യാരക്ടർ ആൻഡ് പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റിയും ക്യാരക്ടറും ഒന്നാണോ? അല്ല. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മനഃപൂർവ്വം നമ്മൾ ആക്ട് ചെയ്യുന്ന, ഉണ്ടാക്കി കാണിക്കുന്ന ഒരു സംഗതിയാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ക്യാരക്ടർ അതല്ല, നിങ്ങൾക്ക് ജന്മനാ കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ശരിക്കും ഒന്ന് മനസ്സിലാക്കണം.
ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എസ്സേ ചോദിക്കാൻ സാധ്യതയുണ്ട്. പേഴ്സണാലിറ്റി, ക്യാരക്ടർ റിലേറ്റഡ് ഡിസ്റ്റൻസ് ആസ്പെക്ട്സ്. പേഴ്സണാലിറ്റിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരക്ടറിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് എടുത്ത് അവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് പ്രത്യേകം നോക്കുക. ഇനി പേഴ്സണാലിറ്റിയുടെ കുറച്ച് പ്രത്യേകതകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കോൺസ്റ്റൻസി ഉണ്ട്, സൈക്കോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ഉണ്ട്. നമ്മുടെ പേഴ്സണാലിറ്റി തീരുമാനിക്കുന്നത് അതിനൊരു സ്ഥിരതയുണ്ട്, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ആസ്പെക്ട്സ് ഉണ്ട്. എന്താണ് ഈ പേഴ്സണാലിറ്റി? നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക രീതി, സ്വഭാവം ഇതൊക്കെ കാണിക്കുന്നതിനെയാണ് നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറയുക. ആ പേഴ്സണാലിറ്റി നമ്മുടെ ഫിസിയോളജിക്കലും സൈക്കോളജിക്കലുമായി ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് സൈക്കോളജി നമുക്കറിയാം. ഫിസിയോളജിക്കലോ നമ്മുടെ ഹൈറ്റ്, വെയിറ്റ്, നിറം ഇതൊക്കെ നമ്മുടെ സ്വഭാവത്തിനെ തീരുമാനിക്കും എന്നാണ് ഇതിൻ്റെ അർത്ഥം. പിന്നെ ഇമ്പാക്റ്റ് ബിഹേവിയർ ആൻഡ് ആക്ഷൻസ്, നമ്മുടെ പ്രവർത്തനങ്ങൾ തന്നെ ബാധിക്കും. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ സ്വഭാവത്തെ തീരുമാനിക്കും. ദെൻ മൾട്ടിപ്പിൾ എക്സ്പ്രഷൻ ആണ് സൈക്കോളജി എന്ന് പറയുന്നത്. പലപ്പോഴും പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ശരിക്കും പേഴ്സോണ എന്ന് പറയുന്ന മുഖംമൂടി എന്നുള്ള ഒരു വാക്കെന്നാണ് ഇത് വന്നിട്ടുള്ളത് തന്നെ. നമ്മുടെ യഥാർത്ഥ സ്വഭാവം ആയിരിക്കില്ല നമ്മൾ കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിൽ നിങ്ങൾ നല്ല വെൽ ഡ്രസ്ഡ് ആയി കുട്ടപ്പനായിട്ടായിരിക്കും പോവുക. അത് നിങ്ങളുടെ യഥാർത്ഥ രൂപമല്ല. നിങ്ങൾ അന്നൊക്കെ വേണ്ടി മാത്രം അഭിനയിക്കുന്നതാണ്. നല്ല രീതിയിൽ നടക്കുന്നു, നല്ല ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നു, നല്ല എന്താ പറയുക ഫേസ് ക്രീം യൂസ് ചെയ്യുന്നു, നല്ല സ്പെക്സ് വെക്കുന്നു, നല്ല വാച്ച് കെട്ടുന്നു, നല്ല ഡ്രസ് ഇടുന്നു, നല്ല രീതിയിൽ ഡോറിൽ മുട്ടുന്നു, നല്ല രീതിയിൽ ചെയറിൽ ഇരിക്കുന്നു. നിങ്ങൾ ശരിക്കുള്ള ഇരുത്തൊന്നും അല്ല അത്. സോ ഇതൊരു മൾട്ടിപ്പിൾ എക്സ്പ്രഷൻ ആണ്. അപ്പോൾ അത് അത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് പഠിക്കുക. ദെൻ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. പേജ് നമ്പർ ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട് 149. അത് എന്തൊക്കെയാണ് പേഴ്സണാലിറ്റി? ഇപ്പോൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. പേഴ്സണാലിറ്റി ഡിസോർഡറിൽ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി കേട്ടോ. ആൻറ്റി സോഷ്യൽ എന്ന് പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം ചില ആളുകൾക്ക് സൊസൈറ്റിക്ക് എതിരെ പ്രവർത്തിക്കുക. അതായത് സമൂഹം പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, കുറേ നിയന്ത്രണങ്ങളുണ്ട്, അതൊക്കെ എതിരാവും. അതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവം ചില ആളുകളുണ്ട്. അത് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. ഫോർ എക്സാമ്പിൾ, ഹെൽമെറ്റ് ഇടാതെ യാത്ര ചെയ്യുക, പോലീസുകാരെ ധിക്കരിക്കുക, അവർ ചില ആളുകൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തന്നെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ, ഇതൊക്കെ ആൻറ്റി സോഷ്യൽ ആണെന്ന് പറയാം. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ബുക്കിൽ കാണാം, പേജ് നമ്പർ 149. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇതൊക്കെ ഒരു അസുഖമാണ് കേട്ടോ. സൈക്കോളജിക്കൽ മാനസിക രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഇപ്പം റൂൾസ് ഒക്കെ ധിക്കരിക്കുക, 10 മണിക്ക് ഒരു കോളേജിൽ 10 മണിക്ക് വരാൻ പറഞ്ഞാൽ 12 മണിക്ക് വരിക, ഇതൊക്കെ ആൻറ്റി സോഷ്യലാണ്. ബോർഡർ ലൈൻ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അൺസ്റ്റേബിൾ റിലേഷൻഷിപ്പോ പുവർ ഓർ നെഗറ്റീവ് സെൻസ് ഓഫ് സെൽഫ്. അവനവന്റെ കാര്യത്തിൽ തന്നെ വിശ്വാസമില്ല, റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. അതായത് അൺസ്റ്റേബിൾ റിലേഷൻഷിപ്പ് ഉള്ള ചില ആൾക്കാരുണ്ടാവും. അവർക്ക് ഫ്രണ്ട്സുകൾ നമുക്കൊക്കെ ചില ഫ്രണ്ട്സ് നമ്മുടെ കൂടെ നമ്മുടെ ഒറ്റ ഫ്രണ്ട്സ് ആയിട്ട് നമ്മൾ എല്ലാ സമയവും നമ്മൾ അവരെ ഫോളോ ചെയ്യും. എന്നാൽ ഇവരങ്ങനെയല്ല. 6 മാസം ഒരു ഫ്രണ്ട്, പിന്നെ 6 മാസം കഴിയുമ്പോൾ വേറെ ആള്, പിന്നെ അത് അവരേറ്റ് തെറ്റി വേറെ ആളെടുത്ത്, ഇങ്ങനെ വരുന്ന ചില സ്വഭാവമുണ്ട്. അതിനെ നമുക്ക് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നു. ചെറുപ്പത്തിലേ ഇതുണ്ടാവും. ഫ്രണ്ട്സിനെ ഇങ്ങനെ മാറ്റി മാറ്റി അവരായിട്ട് തെറ്റി അങ്ങനെ പോകുന്നത്. ഇത് വലിപ്പം വെച്ച പെണ്ണ് അവരുടെ കല്യാണം കഴിഞ്ഞാലും ഈ ഒരു പ്രശ്നം അവർക്കുണ്ടാവും. അവര് എന്ത് ചെയ്യും? സാറ്റിസ്ഫൈഡ് ആവില്ല, അവരുടെ ലൈഫിൽ സാറ്റിസ്ഫൈഡ് ആവില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്വഭാവമുണ്ട്. ദെൻ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇങ്ങനെ ഒരു അസുഖം ഉണ്ടാവും. അസുഖം ഡിസോർഡർ ആണ്, ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ് കേട്ടോ. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരാരെയും ബുദ്ധിമുട്ടിക്കൂല, ഇവരാരും സഹായിക്കില്ല, അവനവൻ്റെ കാര്യങ്ങൾ മാത്രം ചെയ്ത് ഉണ്ടാതിരിക്കും. അങ്ങനെയുള്ള സ്വഭാവത്തിനെയാണ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്.
ഞാൻ 3 പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും കേട്ടോ. വലിയ ക്വസ്റ്റ്യനൊക്കെ ആയിട്ടാണ് വരിക. ആന്റി സോഷ്യൽ എന്തായിരുന്നു? ആന്റി സൊസൈറ്റി പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാതിരിക്കുക. ബോർഡർ ലൈൻ എന്തായിരുന്നു? റിലേഷൻഷിപ്പ് സ്റ്റേബിൾ അല്ലാതിരിക്കുക. നാർസിസ്റ്റിക് എന്തായിരുന്നു? സ്വന്തം കാര്യം മാത്രം നോക്കുക, ആർക്കും ഗുണം ദോഷം ചെയ്യാതിരിക്കുക. ഇതും തെറ്റാണ്, തെറ്റായ പേഴ്സണാലിറ്റിയാണ്. അപ്പം അത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കുക, പോയിന്റ്സിൽ നോക്കുക. നിങ്ങൾ ബ്ലോക്ക് 4 വരുമ്പോൾ സോഷ്യൽ ഡൈനാമിക്സ് ആൻഡ് വാല്യൂ ഡെവലപ്മെന്റ്. അവിടെ സോഷ്യലൈസേഷൻ എന്താണ്? പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ ഉണ്ട്. അതിന് സോഷ്യലൈസേഷൻ എങ്ങനെയാണ്? സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുമ്പോൾ സമൂഹമായിട്ട് ഇടപെട്ട് ജീവിക്കുക. നിങ്ങൾ ജനിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞ് ജനിക്കുന്നു, ഒന്നും അറിയില്ല. പക്ഷെ നിങ്ങൾ ജനിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഇങ്ങനെ ഇടപെട്ട് നിങ്ങൾ സമപ്രായത്തിലുള്ള ആളുകളുമായിട്ട് അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് നിങ്ങൾ കളിച്ച് അങ്ങനെ ഒത്തുചേർന്ന് വരും. ഇതിനെയാണ് സോഷ്യലൈസേഷൻ എന്ന് പറയാം. ഇത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സമൂഹത്തിൽ നല്ല കുട്ടിയായിട്ട് അല്ലെങ്കിൽ നല്ല വ്യക്തിയായിട്ട് വളരില്ല. അങ്ങനെ നിങ്ങളൊരു നല്ല കുട്ടിയായിട്ട് നല്ല വ്യക്തിയായിട്ട് നിങ്ങൾ സമൂഹത്തിൽ സോഷ്യലൈസ് ആവണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ഘടകങ്ങളുണ്ട്. അതിനാണ് നമ്മൾ ഏജൻസ് ഓഫ് സോഷ്യലൈസേഷൻ എന്ന് പറയാം. എസ് എ ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ ദി ഏജൻസ് ഓഫ് സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ എന്ന് ചോദിക്കാം. യൂണിറ്റിന്റെ പേര് വെച്ചിട്ട് തന്നെയാണ് മിക്കവാറും എസ് എ വരിക. അപ്പോൾ ഒരാൾ സോഷ്യലൈസേഷൻ ആവണമെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഏജന്റുകളുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഘടകങ്ങൾ വരുന്നുണ്ട്. അതാണ് ഒന്ന് ഏർലി സോഷ്യലൈസേഷനും അഡൾട്ട് സോഷ്യലൈസേഷൻ. ഏർലി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെറുപ്പത്തിൽ ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതിൽ ആരൊക്കെ വരും? ഫാമിലി, പിയർ, സ്കൂള്, മാസ് മീഡിയ. അഡൾട്ട് സോഷ്യലൈസേഷനിൽ മാരേജ്, പാരന്റ്ഹുഡ്, ഓൾഡ് ഏജ്. ഇത് ഒരു വലിയ ടോപ്പിക്കാണ്. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാനുണ്ട്. അതായത് ഏർലി സോഷ്യലൈസേഷനിൽ ഫാമിലി, എങ്ങനെയാണ് ഒരു ഫാമിലിയിൽ കുട്ടി ജനിക്കുന്നത്, അത് എങ്ങനെയൊക്കെ വളരും എന്നതിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. പിയേഴ്സ് എന്ന് പറയുന്നത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ തന്നെ അവരുടെ സമപ്രായ ആൾക്കാരുമായിട്ട് ഒരു പ്രത്യേക താല്പര്യം കാണിക്കും. അങ്ങനെ താല്പര്യം കാണിച്ചിട്ട് അവരുമായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. ആ ഗ്രൂപ്പിൽ അവർ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. അതിൽ അവരുടെ പൊളിറ്റിക്സിനെ കുറിച്ചും മറ്റുമെല്ലാം ചർച്ച ചെയ്യും. അതിൽ സ്കൂള് ഇതേപോലെ ഒരു സോഷ്യലൈസേഷന്റെ ഭാഗമാണ്. ഒരു കുട്ടി സ്കൂളിൽ പോയാൽ ഓട്ടോമാറ്റിക്കലി സോഷ്യലൈസേഷൻ ഉണ്ടാവും. മറ്റുള്ള കുട്ടികളുമായിട്ട് ഇടപെടും. അങ്ങനെ അവർ സോഷ്യലൈസ് ആവും. ദെൻ മാസ് മീഡിയ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ് ഉദ്ദേശിക്കുന്നത്. അവിടെയും നമ്മൾ എന്ത് ചെയ്യും? സോഷ്യലൈസ് ആവും. ഇതാണ് നമ്മുടെ ചെറുപ്പകാലം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വലുതാവും. കല്യാണം കഴിച്ചാൽ വീണ്ടും നമ്മൾ സോഷ്യലാവും. എങ്ങനെ? വേറൊരു വീടുമായിട്ട് വേറൊരു ഫാമിലിയുമായിട്ട് നമ്മൾ സോഷ്യലൈസ്ഡ് ആവും. അങ്ങനെ നമ്മളുടെ ക്യാരക്ടർ ഇങ്ങനെ ബിൽഡ് ചെയ്യും, വലുതാവും. ദെൻ പാരന്റ്ഹുഡ്, പിന്നെ നമ്മൾ പാരന്റ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ എന്താവും? ഒന്നുകൂടെ വികസിക്കും. പിന്നെ നമ്മൾ വയസ്സാവും. വയസ്സായാലും നമ്മുടെ സോഷ്യലൈസേഷൻ പ്രോസസ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതൊരു വലിയ എസ്സേ ആണ്, പ്രത്യേകം നോട്ട് ചെയ്യുക കേട്ടോ. ഇമ്പോർട്ടൻ്റ് എസ്സേ ആണ്, നോട്ട് ചെയ്യുക. ആ ഒരു യൂണിറ്റ് കംപ്ലീറ്റ്. ഇത്രയും പോയിന്റ്സ് മാത്രം നോക്കിയാൽ മതി. ഇതിൻ്റെ ഇടയിൽ കുറേ പോയിന്റ്സ് ഒക്കെ കാണാം, അതൊക്കെ വിട്ട് കളയാം. ദെൻ സോഷ്യൽ ഇൻറ്ററാക്ഷൻ ഇൻ ഹ്യൂമൻ വാല്യൂസ്. ഇങ്ങനെയാണ് സോഷ്യൽ ഇൻറ്ററാക്ഷൻ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? സോഷ്യൽ ഇൻറ്ററാക്ഷൻ ആൻഡ് ഹ്യൂമൻ വാല്യൂസ്. ഇൻറ്ററാക്ഷൻ ടൈപ്പ്, എങ്ങനെയാണ് നമ്മൾ സമൂഹത്തിൽ ബന്ധപ്പെടുക, സംസാരിക്കുക. അതിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഗോസിപ്പ്, ബാക്ക് ബിറ്റിങ്, ഈവ്സ് ഡ്രോപ്പിംഗ് നെയിംസ്. സോഷ്യലൈസേഷൻ്റെ ടോപ്പിക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ടോപ്പിക്കൊക്കെ കാണും. നിങ്ങൾ ഈ തന്നിട്ടുള്ള പോയിന്റ്സ് മാത്രം നോക്കിയാൽ മതി. സോഷ്യൽ ഇൻറ്ററാക്ഷനിൽ നമുക്ക് ഗോസിപ്പ് എന്താണെന്ന് അറിയാലോ. സമൂഹമായി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഗോസിപ്പ് ഉണ്ടാവാറുണ്ട്. നെഗറ്റീവാണ്. ആളുകളെ കുറിച്ച് ഇല്ലാത്തത് പറയാ, അല്ലെങ്കിൽ എന്താ പറയുക, കേട്ട കാര്യങ്ങൾ വിളിച്ച് പറയാ. അതിനാണ് ഗോസിപ്പ് എന്ന് പറയാം. അതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ദെൻ ബാക്ക് ബിറ്റിംഗ്, പറ്റുമെങ്കിൽ മലയാളത്തിൽ എഴുതി വെച്ചോളൂ കേട്ടോ. ഗോസിപ്പ് എന്താണ്? ബാക്ക് ബിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏഷ്യന് പറയലാണ്. ദെൻ ഈവ്സ് ഡ്രോപ്പിംഗ് സോഷ്യലൈസേഷൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. ഈവ്സ് ഡ്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒളിഞ്ഞു നിന്ന് കേൾക്കുക. നിങ്ങളുടെ ബുക്കിൽ അതിൻ്റെ ഫോട്ടോസ് അടക്കം തന്നെ കൊടുത്തിട്ടുണ്ട്. ഒളിഞ്ഞു കേൾക്കുക.
ദെൻ ഡ്രോപ്പിംഗ് നെയിംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഹങ്കാരത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചില ആളുകളെ കുറിച്ചിട്ട് പറയുക, അതായത് അയാൾ എൻ്റെ ഫ്രണ്ടാണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡ്രോപ്പിംഗ് നെയിംസ് എന്നാണ് പറയുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപെട്ടിട്ട് സംസാരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇൻ്ററാക്ഷൻ. ഇതിൽ നെഗറ്റീവും പോസിറ്റീവും എല്ലാം വരാം. ദെൻ നോൺ വെർബൽ ഇൻ്ററാക്ഷനിൽ ഗസ്റ്റേഴ്സ് ഉണ്ട്, ആംഗ്യം കാണിക്കുക, ദെൻ കോട്ടസീസ്, ഫ്രണ്ട്സോ കപ്പിൾ അങ്ങനെ വരാം. അതിന് വലിയ പ്രാധാന്യം കൊടുക്കണ്ട. ബട്ട് ഈ ഒരു ടോപ്പിക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഗോൾഡൻ വാല്യൂസ് ഫോർ ഇൻ്ററാക്ഷൻ. ഇത് നിങ്ങൾ ഈ പോയിന്റ്സ് ഇങ്ങനെ നോക്കി വെക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും പോയിന്റ് ഒള്ളി ഉള്ളൂ, പക്ഷെ ഇതിന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. അപ്പം നല്ലൊരു എസ്സേ ഇവിടെ കിട്ടും. ഗോൾഡൻ വാല്യൂസ് ഫോർ ഇൻ്ററാക്ഷൻ, നിങ്ങൾ മറ്റൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ പാലിക്കേണ്ട ഗോൾഡൻ വാല്യൂസ് വായിച്ച് മനസ്സിലാവും. എല്ലാവരും ബഹുമാനിക്കുക, സേ താങ്ക്സ്, സേ സോറി, എപ്പോഴും നമ്മൾ സോറി ഒക്കെ പറയണം. സ്പീക്ക് ട്രൂത്ത്, സത്യം മാത്രം പറയാം. ദെൻ എൻജോയ് ഡൂയിങ് ലിറ്റിൽ തിങ്സ്, ചെറിയ കാര്യങ്ങൾ പോലും എൻജോയ് ചെയ്യണം എന്നാണ്. ഒരാൾ ചെറിയ കാര്യം പറഞ്ഞു, ഒരാൾ ഒരു നല്ലൊരു ഡ്രസ്സ് ഇട്ട് വന്നു, അയാൾ അഭിനന്ദിക്കണം. നമ്മൾ പൊതുവെ അതിലൊക്കെ ബാക്കോട്ടാണ്. ഒരാൾ നല്ലൊരു ഡ്രസ്സ് ഇട്ട് വന്ന് അത് കാണാൻ ഒരു ഭംഗിയില്ല എന്ന് പറഞ്ഞാൽ അയാളെ എന്താ പറയുക, ബോറടിപ്പിക്കാറുണ്ട് പലപ്പോഴും. അങ്ങനെ ചെയ്യരുത്, എൻജോയ് ചെയ്യണം, അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ദെൻ ബി ഹ്യൂമറസ്, എപ്പോഴും സീരിയസ് ആയി നടക്കാൻ പറ്റില്ല, കുറച്ചൊക്കെ ഹ്യൂമറസ് ആവുക, എല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്യുക, സാറ്റിസ്ഫൈഡ് ആയിരിക്കുക. എപ്പോഴും നമ്മൾ കുഴപ്പമില്ല, ആരിൽ എന്തൊക്കെ വിശേഷം എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, ആ കുഴപ്പമില്ല എന്ന് പറയില്ല, നമ്മൾ ഇറ്റ്സ് ഗുഡ്, നമ്മൾ കുഴപ്പം ഇല്ല എന്നുള്ള വാക്കോട്ട് ഒഴിവാക്കുക. അപ്പൊ തന്നെ നമ്മുടെ ലൈഫ് നന്നാവുമെന്നാണ്. എന്തൊക്കെയുണ്ട് വിശേഷം, വളരെ നല്ലതാണ്, വളരെ നല്ല അസുഖങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും കുഴപ്പമില്ല, വളരെ നല്ലതാണ് എന്ന് തന്നെ പറയാം. അങ്ങനെ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം നമ്മൾ നമ്മുടെ ലൈഫിൽ. ഓക്കെ, ഇതിന് അവോയ്ഡ് അബ്യൂസീവ് ലാംഗ്വേജ്, ചീത്ത വിളിക്കാൻ പാടില്ല. വളരെ ലിസൺ പേഷ്യൻ്റ്, ക്ഷമയോടുകൂടി നമ്മൾ ലിസൺ ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങളാണ് അതിന് പറഞ്ഞത്. ഇതൊക്കെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക, ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കിട്ടും, ടെക്സ്റ്റ് ബുക്കിലൊന്ന് ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ എന്താ വെച്ചാൽ വായിക്കാൻ മടിയാവും, അത്രയും വലിയ കണ്ടന്റ് ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആക്കിയിട്ടാണ് ഞാൻ ഈ നോട്ട്സ് തയ്യാറാക്കിയിട്ടുള്ളത്. നന്നായിട്ട് നോക്കുക. ദെൻ കുറച്ച് സ്റ്റെപ്സ് ഫോർ സോഷ്യൽ ഇൻറ്ററാക്ഷൻസ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, അതൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഓക്കെ, ദെൻ യൂണിറ്റ് 3 വാല്യൂ കോൺഫ്ലിക്റ്റ്. ഞാൻ ഈ ടോപ്പിക്ക് 10 മണിക്ക് സ്റ്റോപ്പ് ചെയ്യാം, കാരണം പെട്ടെന്ന് കുറച്ചുകൂടെ ബാക്കിയുണ്ട്, അതുകൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. മറ്റേത് ബോറിംഗ് ആവും എന്ന് മാത്രമല്ല, റെക്കോർഡിങ്ങിനും പ്രശ്നം വരും. ഓക്കെ, അപ്പോൾ ബാക്കി ക്ലാസ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടിടാം. വാല്യൂ കോൺഫ്ലിക്റ്റ് ആൻഡ് റെസൊല്യൂഷൻ. കോൺഫ്ലിക്റ്റ് എന്താണ്, കോൺഫ്ലിക്റ്റ് എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒരാൾ ഒരു പറയുന്ന കാര്യത്തെ നമ്മൾ ഓപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുക. അത് കോൺഫ്ലിക്റ്റ് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് കോൺഫ്ലിക്റ്റ് എന്ന് പഠിച്ചതിന് ശേഷം അതിൻ്റെ റീസൺ പഠിക്കുന്നത് നല്ലതായിരിക്കും. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ചിലപ്പോൾ ഹെൽത്ത് റീസൺ കൊണ്ടാണ്. നിങ്ങളുടെ പാരൻസ് നിങ്ങളെ ചിലപ്പോൾ ചീത്ത പറയും, അത് നിങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ടല്ല, അവർക്ക് കൈയും കാലും വേദനിക്കുന്നുണ്ടാവും, അതുകൊണ്ടാണ്. ശരിയല്ലേ? ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. അല്ലെങ്കിലോ ചിലപ്പോൾ കോൺഫ്ലിക്റ്റിംഗ് വാല്യൂസ്, നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ അവരുടെ വാല്യൂസിന് പറ്റുന്നതല്ല, അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിലോ പെർസെപ്ഷൻ ആയിരിക്കാം, അവർ ധരിച്ചു വെച്ചതിൽ നിന്ന് വിഭിന്നമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇടപെടുന്നത് കൊണ്ടായിരിക്കാം, ഇടപെടുന്നതിൽ സോഷ്യലൈസേഷൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷന് വേണ്ടിയിട്ടായിരിക്കാം. നിങ്ങളെന്നെ ചിന്തിച്ച് നോക്കുക, നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പാരൻസിന് വലിയ എക്സ്പെക്റ്റേഷൻ ഉണ്ട്, അതനുസരിച്ച് നിങ്ങൾ എത്തുന്നില്ല എങ്കിൽ നിങ്ങളുടെ പാരൻസ് നിങ്ങളോട് ചീത്ത പറയും. അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ദെൻ ലെവൽ ഓഫ് കോൺഫ്ലിക്റ്റ്, ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതെന്താണ്, നമ്മൾ തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ദേഷ്യ കാര്യങ്ങളൊക്കെ വരിക, നമ്മളോട് തന്നെ കലഹിക്കുക. ദെൻ റോൾ കോൺഫ്ലിക്റ്റ് ഉണ്ട്. ദെൻ ഇന്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് ഉണ്ട്, ഇന്റർനാഷണൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്.
then diffusion, conflict resolution എന്ന് കൂടെ ഉണ്ട്. ഇതിൻ്റെ കോൺഫ്ലിക്റ്റിനെ നമ്മളൊന്ന് റെസൊല്യൂഷൻ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് ശരിക്കും പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്, റീസൺ നമ്മൾ പറഞ്ഞു. ഡിഫ്യൂഷൻ ഉണ്ട്, then empathy, identification, brainstorming, evaluation, selection, implementation. അതായത് കോൺഫ്ലിക്റ്റിനെ നമ്മൾ എങ്ങനെ പരിഹരിക്കാം, എങ്ങനെ അതിനെ ഡീൽ ചെയ്യാം എന്നുള്ളതാണ് അതിലൂടെ പറയുന്നത്. ഈ 7 പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യുക. ഈ ഒരു യൂണിറ്റ് 4 കൂടെ പറഞ്ഞാൽ ഈ ബ്ലോക്ക് അവസാനിക്കും. അതുകൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. പ്രോസസ് ഓഫ് ഹ്യൂമൻ അഡ്ജസ്റ്റ്മെന്റ്. കോൺഫ്ലിക്റ്റ് പറയുന്നതിന്റെ മറ്റൊരു ഭാഗമാണ് അഡ്ജസ്റ്റ്മെന്റ്. അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന വാക്കാണ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത്. എന്താണ് അഡ്ജസ്റ്റ്മെന്റ്? അഡ്ജസ്റ്റ്മെന്റ് ഇസ് ദ ചേഞ്ച് ഇൻ ഓർഡർ ടു കറക്റ്റ് ഇംപ്രൂവ് ദ റിലേഷൻഷിപ്പ്. ബന്ധം നിലനിർത്താൻ നല്ലത് അഡ്ജസ്റ്റ്മെന്റാണ്. ഇപ്പോൾ ഫാമിലികളുടെ, ഫ്രണ്ട്സിന്റെ ഒക്കെ ഇടയിൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഉണ്ടാവാം. അത്തരം കാര്യങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. സാരമില്ല, ക്ഷമിക്കുക. അതിനാണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുക. ഒരു ചെറിയൊരു ക്ഷമ, അത്രേ ഉള്ളൂ. ബാക്കി നിങ്ങൾ വായിക്കുക. അതിൽ അഡ്ജസ്റ്റ്മെന്റ് വാല്യൂസ് ഉണ്ട്. അതിൽ നമുക്ക് ആരോടൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ആവാം. അഡ്ജസ്റ്റ്മെന്റ് ഒരു 2 വേ പ്രോസസ്സാണ്. അത് ആരോടൊക്കെ ആവാം. നമ്മൾ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മുടെ സൊസൈറ്റിക്കും ഫാമിലിക്കും ഇൻഡിവിജ്വലായിട്ടും നല്ല തന്നെയാണ്. ഹസ്ബൻഡിന്റെ വൈഫിന്റെ ഇടയിൽ എന്താവാം, അഡ്ജസ്റ്റ്മെന്റ് ആവാം. പാരന്റ് ആൻഡ് ചൈൽഡ്, ഗ്രാൻഡ് പാരന്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നു. സിബ്ലിംഗ് ആൻഡ് കസിൻ, ഇവരുടെയൊക്കെ ഇടയിൽ എന്താവാം. ഇതൊക്കെ നിങ്ങൾ വായിച്ചു കേട്ടോ. അഡ്ജസ്റ്റ്മെന്റിന്റെ വാല്യൂസ് ആവാം. ദെൻ ക്രൈറ്റീരിയ ഫോർ പ്രോസസ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ്. അഡ്ജസ്റ്റ്മെന്റിന്റെ ക്രൈറ്റീരിയ, റെസ്പോൺസിബിലിറ്റി ഉണ്ട്, സെൻസ് ഓഫ് സെക്യൂരിറ്റി ഉണ്ട്, അഡ്ജസ്റ്റ്മെന്റ് ഇന്റഗ്രേഷൻ. അത് തന്നെ അതിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പുൾ ഫാക്ടേഴ്സ് ആൻഡ് പുഷ് ഫാക്ടേഴ്സ്. നമ്മൾ അഡ്ജസ്റ്റ്മെന്റിലേക്ക് നമ്മളെ അഡ്ജസ്റ്റ്മെന്റ് ആക്കാതിരിക്കാൻ നമ്മൾ ട്രൈ ചെയ്യുന്ന, അതിൽ നിന്ന് പുൾ ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ്. നമ്മൾ അഡ്ജസ്റ്റബിൾ അല്ലാതാക്കുന്ന ചില ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നമ്മുടെ ദേഷ്യമാണ്, അഗ്രഷനാണ്, നമ്മുടെ പിടിവാശിയാണ്, അല്ലെങ്കിൽ ഫിയർ ആണ്, പേടി ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യില്ല. അതായത് പുഷ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എമ്പതി ഉണ്ട്, സിമ്പതി ഉണ്ട്, ഹെൽപ്പ്. മറ്റുള്ളവരോട് സഹാനുഭൂതി ഉണ്ടാവുക, സിമ്പതി ഉണ്ടാവുക, ദയ തോന്നുക, സഹായിക്കാൻ തോന്നുക, അവിടെയൊക്കെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നമ്മുടെ വൈഫ് എന്ത് ചെയ്യാണ്? നമ്മളോട് മോശമായിട്ട് പെരുമാറാണ്. തൽക്കാലം കണ്ണടക്കുക. എന്തിൻ്റെ പേരില്ല? ഇതിൻ്റെ പേരില്ല. ഇനി അവരോട് ദേഷ്യം പിടിക്കുന്ന എന്തിൻ്റെ പേരില്ല? ഇതിൻ്റെ പേരില്ല. ഇതാണ് പുഷ് ഫാക്ടേഴ്സ് ആൻഡ് പുൾ ഫാക്ടേഴ്സ്. ദെൻ അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡർ. എപ്പോഴാണ് ഇങ്ങനെ ഒരു ഡിസോർഡർ നമുക്ക് ഉണ്ടാകും? നമ്മളതെല്ലാം ചിന്തിക്കേണ്ടത് നമ്മൾ മാക്സിമം അഡ്ജസ്റ്റബിൾ ആവണം. കാരണം ലൈഫ് ഈസ് ഷോർട്ട്. അവിടെ നമുക്ക് സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ക്ഷമിക്കുക. നിങ്ങളുടെ ഫാമിലിയിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നോ ആരെങ്കിലും നിങ്ങളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തിരിച്ചങ്ങോട്ട് ദേഷ്യപ്പെടേണ്ട ഒരാവശ്യമില്ല. കുറച്ച് കഴിയുമ്പോൾ അത് ശരിയാവും. തൽക്കാലം ക്ഷമിച്ചാൽ മതി. ആ ക്ഷമയ്ക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഇരട്ടി ലാഭം നിങ്ങൾക്ക് പിന്നീട് കിട്ടും, ഷുവറാണ്. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡർ ഇതൊരു അസുഖം തന്നെയാണ്. നമുക്ക് ചില ആളുകൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് എന്തൊക്കെ കൊണ്ടാവാം. ചില ആളുകൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, അവർക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചാൽ മതി. അല്ലാതെ നമ്മളതിനെ എതിർക്കാനോ നന്നാക്കാനോ പോണ്ട. ഒരു വ്യക്തിയെ നമുക്ക് പോയിട്ട് പെട്ടെന്ന് നന്നാക്കാനൊന്നും സാധ്യമല്ല. അത് ചിലപ്പോൾ ഡിപ്രസ്ഡ് മൂഡ് കൊണ്ടാവാം, ആൻസൈറ്റി കൊണ്ടാവാം, മിക്സഡ് ഡിസ്റ്റർബൻസ് ഇമോഷൻ ആൻഡ് കണ്ടക്റ്റ്, ഇതിലുള്ള ഡിസ്റ്റർബൻസ് കൊണ്ടാവാം. പിന്നെ ഒരു പ്രതീക്ഷയില്ലാതെ ജീവിക്കുന്നത് കൊണ്ടാവാം. പിന്നെ ഫ്രീക്വന്റ് ക്രൈം അതുകൊണ്ടാവാം. മറ്റുള്ളവർ ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഇതൊക്കെ കൊണ്ട് നമുക്ക് എന്തുണ്ടാവാം? അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡർ ഉണ്ടാവാം. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ഇതൊക്കെ വലിയ വലിയ പോയിന്റ്സ് ആണ്. ഇതിൻ്റെ കൂടെയൊക്കെ എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അത് നിങ്ങൾ ഇനി ഒന്ന് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക.
എന്നിട്ട് നിങ്ങളുടെ ഓർമ്മയിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്ക് എഴുതാം. ഞാൻ 10 മണിയായി, ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ടൈം വരുമ്പോൾ റെക്കോർഡിങ് കിട്ടാതെ വരും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിർത്താണ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ. ഇനി ബ്ലോക്ക് 5 മാത്രമാണ്. അത് ഞാൻ ഇന്ന് രാത്രി തന്നെ റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യും. ഇതിൽ തന്നെ ഈ ലിങ്കിൽ റെക്കോർഡ് ചെയ്യും. നിങ്ങൾ പിന്നീട് കണ്ടാൽ മതി. കുറച്ചും കൂടി എളുപ്പമുള്ള ബ്ലോക്കാണ് 5ാമത്തെ ബ്ലോക്ക്. അപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്തോ? ക്ലിയർ അല്ലേ? സ്പീഡിലാണ്, വളരെ സ്പീഡിൽ പറഞ്ഞതാണ്. അങ്ങനെ നിവൃത്തിയുള്ളതുകൊണ്ടാണ്. ഓക്കെ.